Hi all, welcome to Brilliance Academy online classes. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NIOS അക്കൗണ്ടൻസിയിലെ 5th ചാപ്റ്റർ ആയിട്ടുള്ള ജേർണൽ ആണ്. ഓക്കെ, അറ്റ് ഫസ്റ്റ് ജേർണലിനെ കുറിച്ച് പറയുന്നതിന് മുമ്പേ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ജേർണൽ പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ജേർണലിൽ ഒരുപാട് ആസ്പെക്റ്റുകൾ വരുന്നുണ്ട് അല്ലേ. അസറ്റ്, ലാബിലിറ്റീസ്, ക്യാപിറ്റൽ, അതേപോലെ തന്നെ എക്സ്പെൻസുകൾ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്തിരുന്നത്, ഡിക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ചെയ്തിരുന്നതെന്നൊക്കെ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, ഈ ജേർണൽ പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അക്കൗണ്ടൻസിയിൽ പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജേർണൽ എന്ന് പറഞ്ഞ ചാപ്റ്റർ മുതലാണ്. അതായത് അതിൻ്റെ ഓർഡർ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ജേർണൽ പ്രിപ്പയർ ചെയ്യും. ആ ജേർണലിൻ്റെ ബേസിൽ നമ്മൾ ലെഡ്ജർ അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യും. ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. അതിനുശേഷം അറ്റ് ലാസ്റ്റ് ബാലൻസ് ഷീറ്റ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അപ്പം ഇത്രയും കാര്യങ്ങൾ, അതായത് ലാസ്റ്റ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് ഒരു ഫേമിൻ്റെ പ്രോഫിറ്റും ലോസും ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് വരെയാണ് അതിൻ്റെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു പാർട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്, പ്രോബ്ലം പാർട്ടുകൾ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അതിൽ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ജേർണലാണ്. ഓക്കെ, അതായത് നമ്മളെല്ലാ ട്രാൻസാക്ഷൻസും ബുക്ക് കീപ്പിങ്ങിൽ നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മോണിറ്ററി ട്രാൻസാക്ഷൻസ് എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അത് റെക്കോർഡ് ചെയ്യുകയാണ് എന്തിനകത്ത് ചെയ്യുന്നത്, ബുക്ക് കീപ്പിങ്ങിനകത്ത് ചെയ്യുന്നത്. ഓക്കെ, ഇതിനെ നമ്മൾ ജേർണൽ എൻട്രീസ് ആയിട്ട് ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്ന ബുക്കാണ് ജേർണൽ എന്ന് പറയുന്നത്. ജേർണൽ ഈസ് നോട്ട് ആൻ അക്കൗണ്ട്. ഓക്കെ, ഇതൊരു അക്കൗണ്ട് അല്ല, ജേർണലിലാണ് നമ്മൾ ട്രാൻസാക്ഷൻസ് ഫസ്റ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബുക്ക് ഓഫ് പ്രൈം എൻട്രി അല്ലെങ്കിൽ ബുക്ക് ഓഫ് ഒറിജിനൽ റെക്കോർഡ് എന്നൊക്കെ പറയുന്നത് എന്തിനെയാണ്, ജേർണലിനെയാണ്. അത് കൃത്യമായിട്ട് അതിൻ്റെ ലാസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ ബുക്ക് ഇൻ വിച്ച് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് അറ്റ് ദി ഫസ്റ്റ് ടൈം. ആദ്യമായിട്ട് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് ജേർണലിലാണ്. ഓക്കെ, ദെൻ ജേർണലിൽ ഒരു ഫോർമാറ്റ് ഉണ്ട്. അതേപോലെ തന്നെ ജേർണലിൽ ഒരുപാട് ടൈപ്പായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ജേർണലിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുമ്പം നമുക്ക് വരുന്നത് 5 കോളംസ് ആണ്. ആദ്യത്തെ കോളം ഡേറ്റ് കോളാണ്, രണ്ടാമത്തെ കോളം പെർട്ടിക്കുലർ കോളാണ്, മൂന്നാമത്തെ കോളം ലെഡ്ജർ ഫോളിയോ, ദെൻ ഡെബിറ്റ് കോളം ആൻഡ് ക്രെഡിറ്റ് കോളം. ആദ്യത്തെ കോളം ഡേറ്റ് കോളാണ്. ഡേറ്റ് കോളം എന്ന് വെച്ചാൽ ട്രാൻസാക്ഷൻസ് നമ്മൾ ക്രൊണോളജിക്കൽ ഓർഡറിലാണ് ജേർണലിൽ റെക്കോർഡ് ചെയ്യുന്നത്. ക്രൊണോളജിക്കൽ ഓർഡർ എന്ന് വെച്ചാൽ സമയത്തിനനുസരിച്ച് ആദ്യമായിട്ട് നടക്കുന്നതിനനുസരിച്ച് ആണ് നമ്മൾ ഓർഡറിൽ ടൈമിൻ്റെ ബേസിലാണ് നമ്മൾ ജേർണലിൽ റെക്കോർഡ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ക്രൊണോളജിക്കൽ ഓർഡർ എന്ന് പറയാം. ആ ക്രൊണോളജിക്കൽ ഓർഡറിൽ റെക്കോർഡ് ചെയ്യുമ്പം ഓരോന്നിൻ്റെയും ഡേറ്റ് ആണ് നമ്മൾ ആദ്യത്തെ ഡേറ്റ് കോളത്തിൽ നമ്മൾ കൊടുക്കുക. ഓക്കെ, ഇവൻ നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഡേറ്റ് തരില്ല. പക്ഷേ ഡേറ്റ് തന്നിട്ടില്ല എങ്കിലും കമ്പൽസറി ആയിട്ട് നമ്മൾ ഏത് കോളം പ്രൊവൈഡ് ചെയ്യണം, ഡേറ്റ് കോളം പ്രൊവൈഡ് ചെയ്യണം. അത് കമ്പൽസറി ആണ്, അത് ഫോർമാറ്റിൻ്റെ ഭാഗമാണ്. രണ്ടാമത്തെ കോളം പെർട്ടിക്കുലേഴ്സ് ആണ്. പെർട്ടിക്കുലേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ ജേർണൽ എൻട്രി പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ഓരോ എൻട്രി ഉണ്ടാവില്ലേ, ഡെബിറ്റ് എൻട്രി, ക്രെഡിറ്റ് എൻട്രി എന്നൊക്കെ പറഞ്ഞിട്ട് എൻട്രീസ് പ്രൊവൈഡ് ചെയ്യുന്ന കോളാണ് പെർട്ടിക്കുലർ കോളം. ഓക്കെ, അതായത് ആ പെർട്ടിക്കുലർ കോളം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്താണ് ആ ട്രാൻസാക്ഷനിൽ നടന്നിരിക്കുന്നത്. ചിലപ്പോൾ സെയിൽസ് ആയിരിക്കും, ചിലപ്പോൾ പർച്ചേസ് ആയിരിക്കും, ക്രെഡിറ്റ് സെയിൽസ് ആയിരിക്കും, ചിലപ്പോൾ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ആയിരിക്കും, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പോൾ പെർട്ടിക്കുലർ കോളം നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ആ ബിസിനസ്സിൽ നടന്ന ട്രാൻസാക്ഷൻ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അടുത്ത കോളം എന്ന് പറയുന്നത് ലെഡ്ജർ ഫോളിയോ ആണ്. ലെഡ്ജർ ഫോളിയോനെ നമ്മൾ ഷോർട്ടായിട്ട് LF എന്നാണ് റെക്കോർഡ് ചെയ്യുന്നത്. ലെഡ്ജർ ഫോളിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജേർണലിൽ എൻട്രീസ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട്സിനെ നമ്മൾ എന്താ പറയുക, ലെഡ്ജർ അക്കൗണ്ടുകൾ എന്നാണ് പറയുക. അപ്പോൾ ഈ ലെഡ്ജർ ഫോളിയോൻ്റെ മീനിങ് ഈ ലെഡ്ജർ അക്കൗണ്ടിൽ എവിടെയാണ് ഈ ജേർണലിൽ ലൊക്കേറ്റ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് കോളം കൊടുക്കുന്നത്, LF കോളം കൊടുക്കുന്നത്. ഓക്കെ, LF കോളം സാധാരണ നമ്മൾ ഡേറ്റിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിലൊന്നും അതിനെക്കുറിച്ചൊന്നും അധിക ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്യില്ല. ചെയ്താൽ മാത്രം LF കോളത്തിൽ നിങ്ങൾ എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ എഴുതി കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ നമ്മൾ ആ ഫോർമാറ്റ് പ്രകാരം ആ കോളം വരയ്ക്കണം എന്നുള്ളത് കമ്പൽസറി ആണ്. അടുത്ത കോളം ഡെബിറ്റ് ആണ്. ഡെബിറ്റ് എമൗണ്ട് എത്രയാണെന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിനടുത്ത കോളം ഏതാണ്, ക്രെഡിറ്റ് ആണ്. ക്രെഡിറ്റ് കോളത്തിൽ എത്രയാണ് ക്രെഡിറ്റ് എമൗണ്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ജേർണലിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട്
നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ അറിയാം ഡേറ്റ് കോളം കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം എന്താണ് നമ്മൾ പർട്ടിക്കുലർ കോളാണ് കൊടുത്തിരിക്കുന്നത്, അതായത് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പർട്ടിക്കുലർ കോൾ എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ ലെഡ്ജർ ഫോളിയോ ആണ് കൊടുക്കുക, അതായത് ഈ ജേണലിലുള്ള ജേണൽ എൻട്രി ലെഡ്ജർ അക്കൗണ്ടിൽ എവിടെയാണ് എത്രാമത്തെ നമ്പർ ആയിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നതെന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ലെഡ്ജർ ഫോളിയോ എന്ന് പറയുന്നത്. അതിനുശേഷം ക്രെഡിറ്റ് എമൗണ്ട് ആണ് നമ്മൾ എഴുതുന്ന ഈ പറഞ്ഞ ട്രാൻസാക്ഷനിൽ ജേണൽ എൻട്രീസിൽ ക്രെഡിറ്റ് എമൗണ്ട് എത്രയാണ്, അതേപോലെ തന്നെ ഡെബിറ്റ് കോൾ എന്ന് പറയുമ്പോൾ ഡെബിറ്റ് എമൗണ്ട് എത്രയാണെന്നാണ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. പെയ്ഡ് 4000 റെൻറ്റ് ഓൺ 1st April 2014, അതായത് 1st April 2014 റെൻറ്റ് പേ ചെയ്തു, വാടക പേ ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ ജേണൽ എൻട്രി വരിക എങ്ങനെയാണെന്ന് വെച്ചാൽ റെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് എന്നാണ് ജേണൽ എൻട്രി വരിക. ഓക്കെ, പക്ഷെ അതിനകത്ത് നമുക്ക് ഡേറ്റ് കൃത്യമായിട്ട് നമുക്ക് ഇതിനകത്ത് തന്നിട്ടുണ്ട്. ഡേറ്റ് കൃത്യമായിട്ട് തന്നതുകൊണ്ട് തന്നെ നമ്മൾ ഡേറ്റ് കോളത്തിൽ 2014 April 1 എന്ന് കൊടുത്തു. ഓക്കെ, ദെൻ പർട്ടിക്കുലർ കോളത്തിൽ നമ്മൾ റെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് എന്നും കൊടുക്കുകയും ചെയ്തു. അപ്പോൾ നമുക്ക് ഈ ട്രാൻസാക്ഷൻ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും റെൻറ്റ് പേ ചെയ്തതാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അതിനുശേഷം നമ്മൾ കൊടുക്കേണ്ടത് നരേഷൻ എന്ന് പറയും. ഈ ബ്രേക്കറ്റിൽ കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, നരേഷൻ എന്ന് പറയുന്നത്. നരേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ആ ട്രാൻസാക്ഷൻ ഏറ്റവും ഷോർട്ടായിട്ട് നമ്മൾ കൊടുക്കുന്നതിനെയാണ് എന്ത് പറയുക, നരേഷൻ എന്ന് പറയുന്നത്. ഇത് എഴുതാൻ വലിയ ലാംഗ്വേജിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് നരേഷൻ എഴുതാൻ അറിയില്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ്റെ ഒരു സ്മോൾ പാർട്ട് എടുത്തിട്ട് നമ്മൾ ബ്രാക്കറ്റിൽ ഇട്ട് കൊടുത്താലും എന്തായിട്ട് മാറും, നരേഷനായിട്ട് മാറും. ഇനി ഒന്നും എഴുതാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല, റെൻറ്റ് പെയ്ഡ് ഇൻ ക്യാഷിനൊന്നും എഴുതാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ പറഞ്ഞതുപോലെ തന്നെ പെയ്ഡ് 4000 റെൻറ്റ് ഓൺ 1st April 2014 ക്വസ്റ്റ്യൻ്റെ ഭാഗം നിങ്ങൾ എഴുതി കൊടുത്താലും മതി. ഇനി ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് തന്നെങ്കിൽ അതിൻ്റെ ചെറിയൊരു പോർഷൻ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ എങ്ങനെയാണ് അത് കൊടുക്കേണ്ടതെന്ന്, അത് കൊടുത്താലും മതി. അങ്ങനെ നമ്മൾ ഡെബിറ്റിൽ എമൗണ്ട് കൊടുത്തു, ക്രെഡിറ്റിൽ എമൗണ്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഈ ജേണൽ എൻട്രി ഫസ്റ്റ് നമ്മൾ ജേണലൈസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ റെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ എന്ന് കൊടുക്കുന്ന സമയത്ത് അതിന് നേരെ ആയിരിക്കണം നമ്മൾ ഡെബിറ്റ് എമൗണ്ട് ആയിട്ടുള്ള 4000 കൊടുക്കേണ്ടത്. ഓക്കെ, അതായത് നമ്മൾ ആ ഒരു ഓർഡർ നമ്മൾ നോക്കാം. ഓക്കെ, ദെൻ ടു ക്യാഷ് അക്കൗണ്ട് അതിന് നേരെ ആയിരിക്കണം നമ്മൾ ക്രെഡിറ്റ് കോളത്തിൽ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്, 4000 പ്രൊവൈഡ് ചെയ്യുന്നത്. നോർമൽ കേസിൽ എല്ലാ ട്രാൻസാക്ഷൻസും പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാനം നമ്മൾ ഈ കോളംസ് എന്ത് ചെയ്യും, ടോട്ടൽ ചെയ്യും. ഈ കോളത്തിൽ നമ്മൾ ടോട്ടൽ എമൗണ്ടുകൾ കൊടുക്കും, ഡെബിറ്റ് കോളത്തിൻ്റെ ടോട്ടലും കൊടുക്കും, അതേപോലെ തന്നെ ക്രെഡിറ്റ് കോളത്തിൻ്റെ ടോട്ടലും കൊടുക്കും. അപ്പം ഓൾമോസ്റ്റ് എന്താണ് ഈ ഡെബിറ്റ് കോളവും ക്രെഡിറ്റ് കോളവും എന്തായിരിക്കണം, എപ്പോഴും ടാലി ആയിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ എഴുതിയ ജേണൽ എൻട്രീസ് കറക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ടാലി അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ചെക്ക് ചെയ്താൽ മതി, എവിടെയെങ്കിലും നിങ്ങളോട് ഒരു എൻട്രി എഴുതാനായിട്ട് വിട്ട് പോയിട്ടുണ്ടാവും. പിന്നീട് നമ്മൾ നോക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരൊറ്റ ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റിയത്. ഇനി ഒരു ട്രാൻസാക്ഷനും കൂടി ഉണ്ട്. അടുത്ത ട്രാൻസാക്ഷൻ്റെ ജേണൽ എൻട്രി എഴുതുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പെർട്ടിക്കുലർ കോളം മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ലൈൻ ചെയ്യുക. മൊത്തത്തിൽ ലൈൻ ചെയ്യാൻ പാടില്ല, പെർട്ടിക്കുലർ കോളം മാത്രം ലൈൻ ചെയ്യുക. എന്നിട്ട് അടുത്ത എൻട്രി ഇതേപോലെ തന്നെ എഴുതി കൊടുക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് എന്തിനെ കുറിച്ച് പഠിക്കാനുള്ളത്, ജേണലിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് പ്രോസസ് ഓഫ് ജേണലൈസിങ് എന്നാണ് പറയുക. എന്താണ് ജേണലൈസിങ്? ജേണൽ എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ട്രാൻസാക്ഷൻസ് ഫസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നത് ക്രോണോളജിക്കൽ ഓർഡറിൽ റെക്കോർഡ് ചെയ്യുന്നത് ജേണലിലാണ്. ബുക്സ് ഓഫ് പ്രൈം എൻട്രി എന്നാണ് ജേണലിനെ പറയുന്നത്. ജേണലൈസിങ് എന്ന് വെച്ചാൽ ജേണലിലേക്ക് ജേണൽസ് റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, ജേണലൈസിങ് എന്ന് പറയുന്നത്. ഓക്കെ, ജേണലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആദ്യം നമ്മൾ റെക്കഗ്നൈസ് ദ ടൈപ്സ് ഓഫ് അക്കൗണ്ട്. റെക്കഗ്നൈസ് ദ ടൈപ്പ് ഓഫ് അക്കൗണ്ട് എന്ന് പറയുമ്പം ഒരു ട്രാൻസാക്ഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ജേണലിനകത്ത് ഒരു ഡെബിറ്റ് ആസ്പെക്റ്റും ഉണ്ടാവും, അതേപോലെ തന്നെ ഒരു ക്രെഡിറ്റ് ആസ്പെക്റ്റും ഉണ്ടാവും. അതായത് ഒരു ഡെബിറ്റ് അക്കൗണ്ടും ഉണ്ടാവും, ക്രെഡിറ്റ് അക്കൗണ്ടും ഉണ്ടാവും. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലുള്ള രണ്ട് അക്കൗണ്ടുകൾ ഏതാണ്
ഏതാണെന്ന് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്യുക. രണ്ടാമത്തെ പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ അപ്ലൈ ദ റൂൾ ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. അതായത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്, 4th ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്, ഡെബിറ്റ് ചെയ്യുന്ന ഏതൊക്കെ ഐറ്റംസ് ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് ഡെബിറ്റ് ചെയ്യുന്നത്, ഏതൊക്കെ ഐറ്റം ഡിക്രീസ് ചെയ്യുമ്പോഴാണ് ക്രെഡിറ്റ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. സോ ആ ഡെബിറ്റിൻ്റെയും ക്രെഡിറ്റിൻ്റെയും റൂൾസുകൾ നമ്മൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പറഞ്ഞിട്ടുണ്ട് അസറ്റ് ആൻഡ് എക്സ്പെൻസസ് അക്കൗണ്ട് ആർ ഡെബിറ്റഡ് ഇഫ് ദർ ഈസ് ആൻ ഇൻക്രീസ്. ഓക്കെ, അസറ്റും എക്സ്പെൻസ് അക്കൗണ്ടും ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അതേ സാധനം ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ, കുറഞ്ഞു വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, എന്താണ്, അസറ്റും അതേപോലെ തന്നെ എക്സ്പെൻസുകളും ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം, ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റും ചെയ്യണം. അതേപോലെ തന്നെ ലാബിലിറ്റി, ക്യാപിറ്റൽ, റവന്യൂ അക്കൗണ്ടുകൾ എന്ത് ചെയ്യണം, ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ദെൻ എന്താണ്, ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ക്രെഡിറ്റും ചെയ്യണം. അപ്പോൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച ഒരുപാട് കാര്യങ്ങളെ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ട് അവർ പറഞ്ഞിരിക്കുന്ന പോയിന്റുകളാണ്, 2 പോയിന്റുകളാണ്, അസറ്റിൻ്റെയും എക്സ്പെൻസിൻ്റെയും കാര്യം, അതേപോലെ തന്നെ ലാബിലിറ്റി, ക്യാപിറ്റൽ ആൻഡ് റവന്യൂവിൻ്റെ കേസുമാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് കേസ് ക്യാഷ് പർച്ചേസ് ആണ്. എന്തെങ്കിലും ഒരു സാധനം പർച്ചേസ് ഗുഡ്സ്. ഓക്കെ, പർച്ചേസ് ഗുഡ്സ് എന്ന് പറഞ്ഞിട്ട് എത്ര രൂപയാണ്, 10,000 ആണെന്ന് വിചാരിക്കാം. അതിന് എങ്ങനെയാണ് ജേർണലൈസ് ചെയ്യുക, നമ്മൾ റൂള് നോക്കിയിട്ട് നമ്മൾ എങ്ങനെയാണ് ജേർണലൈസ് ചെയ്യാമെന്ന് നോക്കുക. പർച്ചേസ് ഗുഡ്സ് ആണ് ഫസ്റ്റ് കേസ്. ആ ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പം നമുക്ക് ജേർണൽ മാത്രമേ തന്നിട്ടുള്ളൂ. ഇത് വെച്ചിട്ട് നമ്മൾ എന്താ ട്രാൻസാക്ഷൻ ആദ്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതായത് പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് എന്നല്ലേ. അപ്പം ക്യാഷ് കൊടുത്തിട്ട് എന്തോ ഒരു സംഭവം നമ്മൾ പർച്ചേസ് ചെയ്തു. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പർട്ടിക്കുലർ കോളം കണ്ടിട്ട് നമുക്ക് അങ്ങനെയാണ് മനസ്സിലായത്. ഓക്കെ, സോ നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പം എങ്ങനെയാണ് ജേർണൽ എൻട്രി വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ആ ജേർണൽ എൻട്രിയിലെ 2 ആസ്പെക്റ്റുകൾ മനസ്സിലാക്കാം. ഓക്കെ, പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ് ആണ്. പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടായാലും 2 അക്കൗണ്ടുകൾ ഉണ്ടാവും. ഒരു ഡെബിറ്റ് ആസ്പെക്റ്റും ഉണ്ടാവും, അതേപോലെ തന്നെ ഒരു ക്രെഡിറ്റ് ആസ്പെക്റ്റും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ക്യാഷ് എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ട് ഉണ്ട്, പക്ഷേ ഗുഡ്സ് എന്ന് പറഞ്ഞ എന്തില്ല, ഒരു അക്കൗണ്ട് ഇല്ല. പകരം ഗുഡ്സ് സെയിലാണോ ചെയ്തത്, പർച്ചേസ് ആണോ ചെയ്തതെന്ന് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ എന്താ ചെയ്തത്, ഗുഡ്സ് പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ പർച്ചേസ് എന്ന് പറഞ്ഞ ടേം യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഉള്ള ഒരു അക്കൗണ്ട് ഏതാണ്, ക്യാഷ് അക്കൗണ്ട്. പിന്നെ ഉള്ളത് ഏതാണ്, പർച്ചേസ് അക്കൗണ്ട്. ഓക്കെ, മനസ്സിലായോ? ഗുഡ്സ് എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ട് ഇല്ലാത്തത് കൊണ്ട് ഗുഡ്സ് പർച്ചേസ് ചെയ്തു, അതുകൊണ്ട് പർച്ചേസ് അക്കൗണ്ട് എന്ന് നമ്മൾ യൂസ് ചെയ്തു. അപ്പം നമുക്ക് മനസ്സിലായി ആ ട്രാൻസാക്ഷനിലുള്ള 2 ആസ്പെക്റ്റ്, ഒന്ന് പർച്ചേസ് ആണ്, ഒന്ന് ക്യാഷ് ആണ്. അപ്പോൾ പർച്ചേസ് അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടും. ഇനി നമ്മൾ നോക്കേണ്ടത് ഇത് എവിടെയാണ് കൊടുക്കേണ്ടത്, ഡെബിറ്റിൽ എങ്ങനെ കൊടുക്കണം, ക്രെഡിറ്റിൽ എങ്ങനെ കൊടുക്കണം എന്നുള്ളത്. ഫസ്റ്റ് നോക്കാം. ക്യാഷ് നമുക്ക് ഒറ്റയടിക്ക് മനസ്സിലാവും. ക്യാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് അസറ്റാണ്. അസറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ച റൂൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ഡിക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റും ചെയ്യണം. ഇവിടെ ക്യാഷ്, നമ്മളൊരു സാധനം ക്യാഷ് കൊടുത്ത് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ബിസിനസ്സിന് കയ്യിലുള്ള ക്യാഷ് എന്ത് ചെയ്യാണ്, കുറയാണ് ചെയ്തത്. അപ്പോൾ അസറ്റ് ഡിക്രീസ് ചെയ്യാണ് ചെയ്തത്. അസറ്റ് ഡിക്രീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിനെ നമ്മൾ എന്ത് ചെയ്തു, ക്രെഡിറ്റ് ചെയ്തു. അങ്ങനെയാണ് ക്യാഷ് എന്തിൽ വന്നത്, ക്രെഡിറ്റിൽ വന്നത്. പർച്ചേസ് ഗുഡ്സ് അല്ലേ, പർച്ചേസ് ഗുഡ്സ് എന്ന് പറയുമ്പം അതും എന്താണ്, ഒരു അസറ്റാണ്. പർച്ചേസ് ഗുഡ്സ് എന്ന് പറയുമ്പം അതും ഒരു അസറ്റാണ്. അപ്പോൾ ആ ഗുഡ്സ് ബിസിനസ്സിലേക്ക് വരുമ്പം അസറ്റ് കൂടുകയാണ് ചെയ്തത്. അസറ്റ് കൂടുന്ന സമയത്ത് ആ പർച്ചേസ് അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഡെബിറ്റും ചെയ്തു. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ കാണുന്ന സമയത്ത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതിൽ എത്ര ആസ്പെക്റ്റുകൾ ഉണ്ട് നോക്കണം. അതായത് 2 ആസ്പെക്റ്റ് ഉണ്ടാവും, ഡെബിറ്റ് ആസ്പെക്റ്റും ഉണ്ടാവും, ക്രെഡിറ്റ് ആസ്പെക്റ്റും ഉണ്ടാവും. ഓരോ ആസ്പെക്റ്റിലും ഓരോ അക്കൗണ്ടുകളാണ് ഉണ്ടാവുക. അതിനുശേഷം ആ അക്കൗണ്ട് അസറ്റാണോ, ലാബിലിറ്റി ആണോ, ക്യാപിറ്റൽ ആണോ, എക്സ്പെൻസ് ആണോ, റവന്യൂ ആണോ നോക്കുക. എന്നിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞ റൂൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ജേർണൽ പ്രിപ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഇല്യൂസ്ട്രേഷൻ 1 തന്നിട്ടുണ്ട്. ഇല്യൂസ്ട്രേഷൻ 1 തരുന്ന സമയത്ത് ആ ക്വസ്റ്റ്യൻ നോക്കുക. Analysis in tabular form and enter the following transaction in the journal of Bhagavad and Sons. അല്ലേ, ഭഗവത് ആൻഡ് സൺസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു എൻ്റർപ്രൈസിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിൽ 2014 ജാനുവരി 1 വന്നിരിക്കുന്നത്. ഫസ്റ്റ്, തരുൺ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. അതായത് തരുൺ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു
എത്ര രൂപ വെച്ചിട്ടാണ്? 1 lakh വെച്ചിട്ടാണ്. ദെൻ 2-ാം തീയതി ഗുഡ്സ് പർച്ചേസ് ഫോർ ക്യാഷ് തന്നിട്ടുണ്ട്. ജാനുവരി 4th മെഷീനറി പർച്ചേസ്ഡ് ഫ്രം വിഭു തന്നിട്ടുണ്ട്. ജാനുവരി 6th റെൻറ്റ് പെയ്ഡ് ഇൻ ക്യാഷ് നമുക്ക് തന്നിട്ടുണ്ട്. ജാനുവരി 8th ഗുഡ്സ് പർച്ചേസ്ഡ് ഫ്രം അനിൽ തന്നിട്ടുണ്ട്. 10th അങ്ങനെ ഓരോ ട്രാൻസാക്ഷൻസും നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ജേണൽ പ്രിപ്പയർ ചെയ്യാന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിനെ പറയുന്ന പേര് ട്രാൻസാക്ഷൻസ് എന്നാണ്, ബിസിനസ് ട്രാൻസാക്ഷൻസ് എന്നാണ്. ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ജേണൽസ് പ്രിപ്പയർ ചെയ്യുന്നതെന്നാണ് നോക്കേണ്ടത്. ജേണൽസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം തന്നൊരു കോളാണ്. ഇതൊന്നും നിങ്ങൾ എക്സാമിന് ഈ പാർട്ടുകളൊന്നും എഴുതേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ പാർട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഓരോ ട്രാൻസാക്ഷനിൽ വരുന്ന അസറ്റ് ആണോ ലാബിലിറ്റി ആണോ, അത് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുക, ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുക. നമ്മുടെ ഫസ്റ്റ് ട്രാൻസാക്ഷൻ 2014 ജാനുവരി 1 തരുൺ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ആണ്. തരുൺ 1 ലക്ഷം രൂപ എന്തിലേക്ക് കൊണ്ടുവന്നു? ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു. ഓക്കെ, അപ്പോൾ തരുണിൻ്റെ ക്യാപിറ്റലിലാണ് എന്ത്? 1 ലക്ഷം രൂപ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് വരച്ചു വെക്കുക? ജേണലിൻ്റെ ഫോർമാറ്റ് വരച്ചു വെക്കുക. അപ്പോൾ ജേണലിൻ്റെ ഫോർമാറ്റ് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ്, ആരുടെ ബുക്കാണ്? കമ്പനി ആണെങ്കിൽ കമ്പനീൻ്റെ പേര് എഴുതുക. അതായത് ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് ഏത് ലിമിറ്റഡ് ആണെന്ന് വെച്ചാൽ അവരുടെ പേര് എഴുതിയിട്ട് ആസ് ഓൺ എന്ന് പറഞ്ഞിട്ട് ഡേറ്റ് ഒക്കെ കൊടുത്തിട്ട് വേണം, നമ്മൾ ഹെഡിങ് കൊടുത്തിട്ട് വേണം ജേണൽ എൻട്രീസ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ജേണൽ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ഫോർമാറ്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഡേറ്റ് കോളം കൊടുക്കുക, പെർട്ടിക്കുലർ കോളം, LF എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ടും ഡെബിറ്റ് എമൗണ്ടും നിങ്ങൾ പ്രൊവൈഡ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഫസ്റ്റ് ട്രാൻസാക്ഷൻ തരുൺ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് 1 lakh rupee ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കൊടുക്കുക എന്താണ്? തരുൺ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു 1 lakh rupee വെച്ചിട്ട്. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം 2 ആസ്പെക്റ്റുകൾ കണ്ടുപിടിക്കണം. 2 ആസ്പെക്റ്റുകൾ എന്ന് പറയുമ്പം തരുൺ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പം അയാൾ 1 lakh rupee കൊണ്ടുവന്നു. അപ്പോൾ ഒന്ന് ക്യാഷാണ്. ഓക്കെ, ബിസിനസ് തുടങ്ങാനായിട്ട് നമ്മൾ കൊണ്ടുവരുന്ന ആസ്പെക്റ്റിന് നമ്മൾ പറയുക ക്യാപിറ്റൽ എന്നാണ്. അപ്പോൾ 2 ആസ്പെക്റ്റ് ക്യാഷുമായി ക്യാപിറ്റലുമായി. ഇനി നോക്കേണ്ടത് അതിൽ ഏത് ഡെബിറ്റ് ചെയ്യണം ഏത് ക്രെഡിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ക്യാഷ് എന്താണ്? അസറ്റാണ്. ബിസിനസ്സിലേക്ക് നമ്മൾ ക്യാഷ് കൊണ്ടുവരുന്ന സമയത്ത് ആ ക്യാഷ് കൂടുകയാണ് ചെയ്യുക, അതായത് അസറ്റ് കൂടുകയാണ് ചെയ്യുന്ന സമയം. ഓക്കെ, അപ്പോൾ അസറ്റ് കൂടുന്ന സമയത്ത് ആ അസറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അങ്ങനെയാണ് നേരത്തെ നമ്മൾ പഠിച്ച റൂള്. ദെൻ അടുത്ത ആസ്പെക്റ്റ് ഏതാണ്? ക്യാപിറ്റലാണ്. അപ്പോൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അത് ലാബിലിറ്റി സൈഡിൽ വരുന്ന ഐറ്റമാണ്. അപ്പോൾ ലാബിലിറ്റിയും എന്ത് ചെയ്യുക ചെയ്യുന്നത്? കൂടുകയാണ് ചെയ്യുന്നത്. ഇയാൾ ക്യാപിറ്റലായിട്ട് ക്യാഷ് ബിസിനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ ലാബിലിറ്റിയും കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലാബിലിറ്റി കൂടുന്ന സമയത്ത്, ലാബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എന്താണ് ചെയ്യാനുള്ളത്? ക്രെഡിറ്റ് ആണ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ജേണൽ എഴുതാം. 2 ആസ്പെക്റ്റ് ക്യാഷും ക്യാപിറ്റലും ആണെന്ന് നമുക്ക് മനസ്സിലായി. അതിൽ അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പം, അസറ്റ് ക്യാപിറ്റലാണ്, അത് ഇൻക്രീസ് ചെയ്യുമ്പോൾ എവിടെ കൊടുക്കണം? ഡെബിറ്റിൽ കൊടുക്കണം. ദെൻ അടുത്തത് ക്യാപിറ്റലാണ്. ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അത് എവിടെയും കൊടുക്കണം? ക്രെഡിറ്റിലും കൊടുക്കണം. അപ്പോൾ നമ്മളുടെ ജേണൽ എൻട്രി 2014 ജാനുവരി 1 ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു തരുൺസ് ക്യാപിറ്റൽ അക്കൗണ്ട് കറസ്പോണ്ടിങ് കോളത്തിൽ നമ്മൾ കൊടുത്തു. ദെൻ നമ്മൾ എന്ത് കൊടുത്തു? ജേണൽ നരേഷൻ കൊടുത്തു. ജേണലിൻ്റെ നരേഷൻ കൊടുത്തു. ജേണലിൻ്റെ നരേഷൻ കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഫോമിൽ കൊടുക്കുക, നിങ്ങൾക്ക് പറ്റുന്നത് പോലെ കൊടുക്കുക. അപ്പം ക്യാപിറ്റൽ ബ്രോട്ട് ഇൻ ബൈ തരുൺ അങ്ങനെയാണ് ഇവിടെ കൊടുത്തത്. അല്ലെങ്കിൽ തരുൺ ഇൻട്രൊഡ്യൂസ് ക്യാപിറ്റൽ, അല്ലെങ്കിൽ തരുൺ ഇൻട്രൊഡ്യൂസ് ക്യാപിറ്റൽ ടു ദ ബിസിനസ് 1 lakh, ആ ക്വസ്റ്റ്യനിലുള്ളതുപോലെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് നരേഷൻ കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ ട്രാൻസാക്ഷൻ നമ്മൾ എഴുതി കഴിഞ്ഞു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ഇതിലേക്ക് നോക്കുന്ന സമയത്ത് രണ്ടാമത്തത് ജാനുവരി 2 ഗുഡ്സ് പർച്ചേസ്ഡ് ഫോർ ക്യാഷ്. പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഗുഡ്സ് പർച്ചേസ് ചെയ്തത് ക്യാഷ് കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് പർച്ചേസ് ചെയ്തിരിക്കുന്നത്? ഗുഡ്സ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു ഒരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ക്യാഷ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അടുത്ത ആസ്പെക്റ്റ് ഏതാ വരിക? ഗുഡ്സ് ആണ് വരിക. പക്ഷേ ഗുഡ്സിന് എന്തില്ല? ഒരു അക്കൗണ്ട് ഇല്ല. പകരം നമ്മൾ നോക്കേണ്ടത് ഗുഡ്സ് സെയിലാണോ പർച്ചേസ് ആണോ നോക്കുക. ഇവിടെ എന്താണ്? ഗുഡ്സ് പർച്ചേസ് ആണ്. അപ്പോൾ നമ്മൾ പർച്ചേസ് എന്ന് പറഞ്ഞ ടേം യൂസ് ചെയ്യാം. അപ്പോൾ 2 ആസ്പെക്റ്റായി, പർച്ചേസും ക്യാഷും, പർച്ചേസ് അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടും. ഇനി നമുക്ക് ഇതിൽ ഏത് ഡെബിറ്റ് ചെയ്യണം ഏത് ക്രെഡിറ്റ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഗുഡ്സ് എന്ന് പറയുന്നത് ഏതാണ്? അസറ്റാണ്. ഗുഡ്സിന് പകരം നമ്മൾ പർച്ചേസ് എന്ന് പറഞ്ഞ ടേം ആണ് യൂസ് ചെയ്യുക. പക്ഷേ ഗുഡ്സ് എന്താണ്? അസറ്റാണ്. അപ്പം നമ്മളൊരു ഗുഡ്സ് ബിസിനസ്സിലേക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ ഗുഡ്സ് എന്ത് ചെയ്യുക? ഇൻക്രീസ് ചെയ്യും. ഇൻക്രീസ് ചെയ്യുമ്പം അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പം അതെന്താ ചെയ്യേണ്ടത്? ഡെബിറ്റാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഗുഡ്സിന് പകരം പർച്ചേസ് അക്കൗണ്ട് എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക. ദെൻ ക്യാഷ് കൊടുത്താണ് നമ്മൾ
വാങ്ങിച്ചത്. ക്യാഷ് ഒരു അസറ്റാണ്. നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങിക്കുമ്പം ബിസിനസ്സിൻ്റെ കയ്യിൽ നിന്ന് എന്ത് പോയി? ക്യാഷ് പോയി. അപ്പം അസറ്റ് എന്ത് ചെയ്തു? ഡിക്രീസ് ചെയ്തു. അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ ആ ജേണൽ എൻട്രി എഴുതുന്ന സമയത്ത് നോക്കുക. January 2 ഡേറ്റ് കൊടുത്തു. പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് കറസ്പോണ്ടിങ് എമൗണ്ട് കൊടുത്തു. ഗുഡ്സ് പർച്ചേസ്ഡ് ഫോർ ക്യാഷ് എന്ന് നമ്മൾ നരേഷനും കൊടുത്തു. ഓക്കെ, അടുത്തത് മൂന്നാമത്തെ ട്രാൻസാക്ഷൻ നോക്കുക. മൂന്നാമത്തെ ട്രാൻസാക്ഷൻ നോക്കുമ്പോൾ January 4 അപ്പോൾ നിങ്ങൾ വിചാരിക്കും 2 കഴിഞ്ഞാൽ 3 ട്രാൻസാക്ഷൻ ഇല്ല. അതിനെക്കുറിച്ചൊന്നും നമ്മൾ ബോധേഡ് ആവേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താണോ ക്വസ്റ്റ്യനിൽ തന്നത് അതിൻ്റെ മാത്രം ജേണൽ എൻട്രീസ് നമ്മൾ കൊടുത്താൽ മതി. January 4 മെഷീനറി പർച്ചേസ്ഡ് ഫ്രം വിബു, അതായത് വിബു എന്ന് പറഞ്ഞ പേഴ്സൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ മെഷീനറി പർച്ചേസ് ചെയ്തു. ആ മെഷീനറീൻ്റെ വാല്യൂ എത്രയാണ്? 30,000 ആണ്. ഓക്കെ, അപ്പം നമ്മൾ നോക്കുക. മെഷീനറി പർച്ചേസ്ഡ് ഫ്രം വിബു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ക്യാഷ് കൊടുത്തിട്ട് വാങ്ങിയെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ എന്തായിട്ടായിരിക്കും വാങ്ങിച്ചിട്ടുണ്ടാവുക? ക്രെഡിറ്റിനായിരിക്കും വാങ്ങിച്ചിട്ടുണ്ടാവുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് വരിക? 2 ആസ്പെക്റ്റ് വരും. മെഷീനറി എന്ന് പറഞ്ഞാൽ അതൊരു ഫിക്സഡ് അസറ്റ് ആണ്. അത് ഗുഡ്സ് എന്ന് പോലെ എല്ലാ കാറ്റഗറിയും വരുന്നതല്ല. മെഷീനറിക്ക് സെപ്പറേറ്റ് ആയിട്ട് എന്തുണ്ട്? ഒരു അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഒരു ആസ്പെക്റ്റ് വരിക എന്താണ്? മെഷീനറി അക്കൗണ്ട് ആണ്. ഓക്കെ, ക്യാഷ് കൊടുത്തിട്ടാണ് വാങ്ങിക്കുക എങ്കിൽ അടുത്ത ആസ്പെക്റ്റ് എന്തായിരുന്നു വരിക? ക്യാഷ് എന്ന് പറഞ്ഞ അക്കൗണ്ടാണ് വരിക. ഇവിടെ ക്യാഷ് കൊടുത്തിട്ടല്ല വാങ്ങിച്ചത്, നമ്മൾ ക്രെഡിറ്റിന് വാങ്ങിച്ചതാണ്. അപ്പം ആർക്കാണോ നമ്മൾ ക്യാഷ് കൊടുക്കാനുള്ളത് അയാളുടെ പേരാണ് ക്യാഷിന് പകരമായിട്ട് അവിടെ വരും. ഓക്കെ, അപ്പം ഈ മെഷീനറി അക്കൗണ്ട് പിന്നെ ക്യാഷിന് പകരം ആർക്കാണ് നമ്മൾ ക്യാഷ് കൊടുക്കാനുള്ളത്? വിബു എന്ന് പറഞ്ഞ പേഴ്സണാണ് നമ്മൾ എന്ത് കൊടുക്കാനുള്ളത്? ക്യാഷ് കൊടുക്കാനുള്ളത്. നമ്മുടെ ക്രെഡിറ്ററാണ്. ഓക്കെ, മനസ്സിലായോ? നമ്മൾ നോർമൽ കേസിൽ ക്യാഷ് കൊടുത്ത് വാങ്ങിക്കുമ്പോൾ 2 ആസ്പെക്റ്റ്, ഒന്ന് മെഷീനറി അക്കൗണ്ടും ഒന്ന് ക്യാഷ് അക്കൗണ്ടും ആയിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ റെഡി ക്യാഷ് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ആർക്കാണോ കൊടുക്കാനുള്ളത് അയാളുടെ പേരാണ് ഒരു ആസ്പെക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കേണ്ടത്, അതിൽ മെഷീനറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അസറ്റാണെന്നറിയാം. അപ്പോൾ മെഷീനറി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ബിസിനസ്സിലെ അസറ്റ് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ മെഷീനറി അക്കൗണ്ട് എവിടെ ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ദെൻ വിബു എന്ന് പറഞ്ഞാൽ നമ്മളുടെ ക്രെഡിറ്ററാണ്. അയാൾക്ക് ക്യാഷ് കൊടുക്കാനുള്ളത് എന്നും നമുക്കൊരു ലാബിലിറ്റിയാണ്. അപ്പോൾ അയാളുടെ അക്കൗണ്ട് എന്താണ്? ക്രെഡിറ്റിലാണ് വരിക. അപ്പം ലാബിലിറ്റി എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യുക. ലാബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അയാളുടെ അക്കൗണ്ട് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഇനി ജേണൽ എൻട്രിയിലേക്ക് പോകുന്ന സമയത്ത് മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു വിബൂസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? 30,000 കൊടുക്കുക. മെഷീനറി പർച്ചേസ്ഡ് ഫ്രം വിബു ഓൺ ക്രെഡിറ്റ് എന്ന് നമ്മൾ നരേഷനും കൊടുത്തു. ഇനി January 6 എൻട്രി നോക്കുകയാണെങ്കിൽ January 6 എൻട്രി നമുക്ക് റെൻറ്റ് പെയ്ഡ് ഇൻ ക്യാഷ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് വന്നത്? റെൻറ്റ് പെയ്ഡ് ഇൻ ക്യാഷ് അവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ക്യാഷ് കൊടുത്തിട്ടാണ് റെൻറ്റ് പേ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ നോക്കുക, ഇവിടെ 2 ആസ്പെക്റ്റുകളാണുള്ളത്. ഒന്ന് റെൻറ്റും ഉണ്ട്, അതേപോലെ തന്നെ എന്തുണ്ട്? ക്യാഷും ഉണ്ട്. ഓക്കെ, റെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് വരുന്ന ഒരു എക്സ്പെൻസ് ആണ്. ഓക്കെ, അതായത് ബിസിനസ്സിൻ്റെ ഒരു എക്സ്പെൻസ് ആണ് റെൻറ്റ് എന്ന് പറയുന്നത്. അടുത്ത ആസ്പെക്റ്റ് എന്താണ്? ക്യാഷ് ആണ്. അപ്പോൾ 2 അക്കൗണ്ടുകളാണ്, റെൻറ്റ് അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടും. റെൻറ്റ് ഈസ് ആൻ എക്സ്പെൻസ്. അപ്പോൾ റെൻറ്റ് ഇൻക്രീസ് ചെയ്യുക ചെയ്തത്. അപ്പോൾ എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ റൂള് പഠിച്ചിട്ടുണ്ട്, എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം എന്ന് പഠിച്ചിട്ടുണ്ട്. ക്യാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതും അസറ്റാണ്. അപ്പോൾ ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റ് എന്ത് ചെയ്യാണ്? ഡിക്രീസ് ചെയ്യാണ്. അതുകൊണ്ട് അത് നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് ജേണൽ എൻട്രി വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് 10,000 റെൻറ്റ് പെയ്ഡ് എന്ന് എന്ത് വരും? നരേഷൻ വരും. അടുത്ത് നമ്മൾ നോക്കേണ്ട അടുത്ത ട്രാൻസാക്ഷൻസ് നോക്കുക. January 8 ഗുഡ്സ് പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ് ഫ്രം അനിൽ. അത് കൃത്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. അനിലിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്തു. ക്രെഡിറ്റിനാണ് നമ്മൾ അനിലിൻ്റെ കയ്യിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. 25,000 ആണ്. അപ്പം സിമിലിയർ ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ്? ഗുഡ്സ് പർച്ചേസ്ഡ് ക്രെഡിറ്റ് ഫ്രം അനിലാണ്. അപ്പം ഒരു ആസ്പെക്റ്റ് നമുക്ക് മനസ്സിലായി, ഗുഡ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ട് ഇല്ലാന്ന് നമുക്ക് അറിയാം. അപ്പോൾ ഗുഡ്സ് പർച്ചേസ് ചെയ്താണ്. അപ്പോൾ അതിന് പകരം പർച്ചേസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യാം. അടുത്ത എന്താണ്? നോർമൽ കേസിൽ ക്യാഷിനാണ് പർച്ചേസ് ചെയ്തതെങ്കിൽ ക്യാഷ് എന്നായിരുന്നു വരിക. നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ക്യാഷ് കൊടുത്തിട്ടില്ല. അപ്പോൾ പകരം ആർക്കാണോ കൊടുക്കാനുള്ളത് അയാളുടെ പേര് വരും. അപ്പോൾ അനിലിനാണ് നമ്മൾ കൊടുക്കാനുള്ളത്. അപ്പോൾ അനിലിൻ്റെ പേര് വന്നു, നമ്മുടെ ക്രെഡിറ്ററാണ്. അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു അനിൽ എന്നാണ് വരുന്നത് അല്ലേ. അപ്പോൾ എൻട്രിയിലേക്ക് വരട്ടെ. പർച്ചേസ് അനിൽ എന്ന് പറഞ്ഞ 2 അക്കൗണ്ടുകളാണുള്ളത്. അപ്പോൾ പർച്ചേസ് എന്ന് പറഞ്ഞാൽ ഒരു അസറ്റാണ്. ഗുഡ്സ് പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു അസറ്റാണ്.
അസറ്റ് എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. അപ്പോൾ പർച്ചേസ് എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ദെൻ അനിൽ നമ്മുടെ ക്രെഡിറ്റർ ആണ്. അപ്പോൾ നമ്മുടെ ലാബിലിറ്റി എന്ത് ചെയ്യാണ്, ക്രെഡിറ്റർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അതെന്ത് ചെയ്യണം, ക്രെഡിറ്റും ചെയ്യണം. ഓക്കെ, അപ്പോൾ ജേണൽ എൻട്രി എങ്ങനെയാണ് വരിക നോക്കുക. എങ്ങനെയാണ് വരിക, പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു അനിൽസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ജേണൽ എൻട്രി വന്നു. അടുത്തത് 10th വരുന്നത് ഗുഡ്സ് സോൾഡ് ഫോർ ക്യാഷ് ആണ്. സിമ്പിൾ ആണ് എൻട്രി. ഗുഡ്സ് സോൾഡ് ഫോർ ക്യാഷ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഗുഡ്സ് സെയിൽ ചെയ്തു, ക്യാഷിനാണ് സെയിൽ ചെയ്തത്. അപ്പോൾ നമുക്ക് റൂള് വെച്ചിട്ട് ഒന്ന് നോക്കാം. ഗുഡ്സ് സോൾഡ് ഫോർ ക്യാഷ് എന്ന് പറയുമ്പം 2 ആസ്പെക്റ്റ് ആണ് വരുന്നത്. ഒന്ന് ക്യാഷ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി, ബിസിനസ്സിന് ക്യാഷ് കിട്ടി. ഓക്കെ, അടുത്ത എന്താണ്, ഗുഡ്സ് സോൾഡ് ആണ് അല്ലേ. അപ്പോൾ ഗുഡ്സ് എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ട് ഇല്ല. അപ്പം ഗുഡ്സ് എന്ത് ചെയ്തതാ നോക്കുക, ഇവിടെ സെയിൽ ചെയ്തതാണ്. അപ്പോൾ എന്താണ്, സെയിൽസ് ആണ് വരിക. അപ്പോൾ 2 ആസ്പെക്റ്റ് വന്നു. ഒന്ന് എന്താണ്, സെയിൽസ് വന്നു, പിന്നെ എന്താണ്, ക്യാഷും വന്നു. ഇനി നോക്കേണ്ടത് ക്യാഷ് എന്താണ്, അസറ്റാണ്. ഓക്കെ, അപ്പം നമ്മൾ ഗുഡ്സ് സെയിൽ ചെയ്യുന്ന സമയത്ത് ബിസിനസ്സിലേക്ക് ക്യാഷ് വരുവാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ക്യാഷ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. നമ്മൾ സെയിൽ ചെയ്യുമ്പം എന്താണ്, സെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൽ നിന്ന് പോയി അല്ലേ. അപ്പോൾ പോകുമ്പോൾ എന്താണ്, നമുക്കത് എന്ത് ചെയ്യണം, അസറ്റ് ഗുഡ്സ് പോവുകയാണ് ചെയ്തത്, അസറ്റ് കുറയാണ് ചെയ്തത്. അപ്പം അതിനെന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ജേണൽ എൻട്രി ഇവിടെ ശ്രദ്ധിക്കുക. ക്യാഷും സെയിൽസും ആണ് 2 ആസ്പെക്റ്റ് വരിക. അപ്പം ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക. സെയിൽസ് എന്ന് പറഞ്ഞാൽ റവന്യൂ ആണ്. അപ്പോൾ റവന്യൂ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അതിനെന്ത് ചെയ്യണം, നമ്മൾ ക്രെഡിറ്റും ചെയ്യണം. ഓക്കെ, അപ്പം ജേണൽ എൻട്രീസ് വരുന്നുണ്ട്. ഓക്കെ, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്ത എന്താണ്, അടുത്ത ക്വസ്റ്റ്യൻ ജാനുവരി 15 ഗുഡ്സ് സോൾഡ് ഓൺ ക്രെഡിറ്റ് ടു ഗുർമീത് എന്നാണ്. അതായത് ഗുർമീത് എന്ന് പറഞ്ഞ ആൾക്ക് ഗുഡ്സ് നമ്മൾ ക്രെഡിറ്റിന് കൊടുത്തു. ഇതുവരെ നമ്മൾ ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്തായിരുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ക്രെഡിറ്റിന് സെയിൽ ചെയ്യാണ് ചെയ്യുക. ക്രെഡിറ്റ് സെയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം നോക്കുക, ഗുഡ്സ് സെയിൽ ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ഗുഡ്സ് സെയിൽ ചെയ്യാന്ന് പറയുന്ന സമയത്ത് ഗുഡ്സ് എന്ന് പറഞ്ഞ എന്തില്ല, ഒരു അക്കൗണ്ട് ഇല്ല. അപ്പം ഒരു ആസ്പെക്റ്റ് ഗുഡ്സ് സെയിൽ ചെയ്യുന്നതുകൊണ്ട് അക്കൗണ്ട് ഏത് വന്നു, സെയിൽസ് അക്കൗണ്ട് യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ അടുത്തത് നമുക്ക് ക്യാഷ് ആയിരുന്നു കിട്ടേണ്ടിയിരുന്നത്, ക്യാഷ് കിട്ടിയിട്ടില്ല. നമ്മൾ എന്ത് ചെയ്താണ്, ക്രെഡിറ്റിന് കൊടുത്തതാണ്. സോ ആർക്കാണോ കൊടുത്തത് അയാളുടെ പേരാണ് നമ്മൾ പകരം യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എങ്ങനെ വരും, നമ്മുടെ അസറ്റ് എന്ത് ചെയ്യാണ് ചെയ്തത്, ഡിക്രീസ് ചെയ്യാണ് ചെയ്തത് സെയിൽ ചെയ്യുന്ന സമയത്ത് അല്ലേ. അപ്പോൾ അതെന്ത് ചെയ്യുക, നമ്മൾ ക്രെഡിറ്റിൽ ചെയ്യാം. പകരം ആരുടെ പേര് വന്നു, ഈ പറഞ്ഞ ഗുർമീതിൻ്റെ അക്കൗണ്ടാണ് വന്നത്. ഓപ്പോസിറ്റ് എൻട്രി എന്ത് ചെയ്യുക, നമ്മൾ ഡെബിറ്റിൽ പോസ്റ്റ് ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പാർട്ട് ചെക്ക് ചെയ്യുകയും ചെയ്യാം. ക്രെഡിറ്റ് സെയിൽസ് ടു ഗുർമീത് ആണ്. അപ്പോൾ ഗുർമീത് എന്ന് പറഞ്ഞ ഡെപ്റ്ററിൻ്റെ പേരും വരും, പിന്നെ അടുത്തത് സെയിൽസും വരും. അപ്പോൾ ഗുർമീത് എന്താണ്, അസറ്റാണ്. അസറ്റ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഡെബിറ്റ് ചെയ്തു. ദെൻ അടുത്ത എന്താണ്, സെയിൽസ് എന്ന് പറയുന്നത് റവന്യൂ ആണ്. റവന്യൂ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, ക്രെഡിറ്റും ചെയ്തു. ഓക്കെ, ദെൻ നെക്സ്റ്റ് കേസ്, അടുത്ത ക്വസ്റ്റ്യൻ്റെ ട്രാൻസാക്ഷൻ വരുന്നത് സാലറീസ് പെയ്ഡ് ആണ്. സാലറീസ് പെയ്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്യാഷിന്, സാലറി ഒരു എക്സ്പെൻസ് ആണ്. 12,000 rupees നമ്മൾ സാലറി പേ ചെയ്തു. സാലറി പേ ചെയ്യുന്ന സമയത്ത് ഇവിടെ ശ്രദ്ധിക്കാം, സാലറീസ് പെയ്ഡ് ഇൻ ക്യാഷ് എന്ന് പറയുമ്പം സാലറിയും ക്യാഷും 2 ആസ്പെക്റ്റ് ആണ് വരുന്നത്. അപ്പോൾ സാലറി എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പെൻസ് ആണ്. ആ എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, ഡെബിറ്റ് ചെയ്തു. ഡിക്രീസ് ചെയ്യുന്ന ക്യാഷ് എന്ത് ചെയ്യാണ്, സാലറി പേ ചെയ്യുമ്പോൾ നമ്മുടെ അസറ്റ് ഡിക്രീസ് ചെയ്യാണ്. അതുകൊണ്ട് അതിനെ നമ്മൾ എന്ത് ചെയ്തു, ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ എങ്ങനെയാണ് സാലറി പേ ചെയ്യുമ്പം ജേണൽ എൻട്രി വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാലറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് എന്നാണ് വരിക. പിന്നെ അവസാനത്തെ എൻട്രി എന്ന് പറയുന്നത് ഡ്രോയിങ്സ് ആണ്. ഡ്രോയിങ്സ് വരുന്ന സമയത്ത് ക്യാഷ് വിഡ്രോൺ ഫോർ പേഴ്സണൽ യൂസ് എന്നാണ് പറഞ്ഞത്. ഒരു വ്യക്തി അയാളുടെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് ക്യാഷ് വിഡ്രോ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, ഡ്രോയിങ്സ് എന്ന് പറയുക. ഓക്കെ, ഒരാൾ ക്യാഷ് വിഡ്രോ ചെയ്യുന്ന സമയത്ത് അത് ക്യാഷായിട്ട് വിഡ്രോ ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോപ്പർട്ടി ആയിട്ട് ഗുഡ്സ് ആയിട്ട് എങ്ങനെ വേണമെങ്കിലും അയാൾക്ക് ബിസിനസ്സിൽ നിന്ന് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ അയാൾ ക്യാഷ് ആയിട്ടാണ്, ക്യാഷിൻ്റെ ഫോമിലാണ് വിഡ്രോ ചെയ്തിരിക്കുന്നത്. 5,000 rupees ആണ് വിഡ്രോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എൻട്രീസ് എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, വിഡ്രോ ചെയ്യുന്ന കേസിൽ ആദ്യത്തെ കേസ് ക്യാഷ് അക്കൗണ്ട് വരും. പിന്നെ എന്താണ്, ഡ്രോയിങ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ട് ഉണ്ട്. അങ്ങനെ 2 അക്കൗണ്ടാണ് വരിക. ഒരാൾ ബിസിനസ്സിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യുന്ന സമയത്ത് ബിസിനസ്സിലെ ക്യാഷ് കുറയല്ലേ ചെയ്യുക. അപ്പോൾ ക്യാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു അസറ്റാണ്. അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞതുപോലെ
ക്രെഡിറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഡ്രോയിങ്സ് എന്ന് പറയുമ്പോൾ അതൊരു ക്യാപിറ്റൽ ആയിട്ടാണ് വരുന്നത്. സോ അതെന്ത് ചെയ്യുക, ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഡെബിറ്റും ചെയ്യുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ആസ്പെക്റ്റ് മാത്രം നിങ്ങൾ നോക്കി വെച്ചാൽ മതി. ഇവിടെ ഏറ്റവും സിമ്പിളായിട്ട് വിഡ്രോ ചെയ്യുന്ന സമയത്ത് അസറ്റ് ഡിക്രീസ് ചെയ്യുന്നുണ്ട്, അതായത് ക്യാഷ് ഡിക്രീസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അത് ക്രെഡിറ്റ് ചെയ്യുക. പോസ്റ്റ് എൻട്രി ആയിട്ടുള്ള ഡ്രോയിങ്സ് എന്ത് ചെയ്യുക, നമ്മൾ ഡെബിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ജേണൽ എൻട്രി വരിക ഇങ്ങനെയാണ്. ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് 5000 കൊടുക്കുക. പിന്നീട് നമ്മൾ ഡെബിറ്റ് കോളം ടോട്ടൽ ചെയ്യുക, ക്രെഡിറ്റ് കോളം ടോട്ടൽ ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് ഡെബിറ്റിൻ്റെയും ക്രെഡിറ്റിൻ്റെയും കോളം ഈക്വൽ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്ത പ്രോബ്ലം എന്താണ്, കറക്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇതുപോലുള്ള ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അത് ക്രെഡിറ്റ് സെയിലാണോ ക്രെഡിറ്റ് പർച്ചേസ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിൽ മാത്രമേ ചെറിയൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയുള്ളൂ. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന നേരത്തെ ഒരു വിഭു കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ വിബൂസ് അക്കൗണ്ട്, അതായത് നമ്മൾ മെഷീനറി പർച്ചേസ് ചെയ്താണ്, ക്യാഷ് കൊടുക്കാത്തത് കൊണ്ട് ടു ക്യാഷ് എന്നുള്ള പ്ലേസിൽ ആർക്കാണോ കൊടുക്കാനുള്ളത് അയാളുടെ പേര് വന്നു. അതേപോലെ തന്നെ നമ്മൾ അനിലിൻ്റെ കയ്യിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ നോർമലി ക്യാഷ് കൊടുക്കേണ്ടിയിരുന്നു, പക്ഷെ നമ്മൾ ക്യാഷ് കൊടുക്കാത്തത് കൊണ്ട് ആർക്കാണോ കൊടുക്കാനുള്ളതെന്ന് വെച്ചാൽ അയാളുടെ പേര് വരികയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഗുഡ്സ് സെയിൽ ചെയ്യുന്ന സമയത്ത് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽ എന്ന് പറഞ്ഞ എൻട്രി ആണ് വരിക. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കോമൺ ആയിട്ട് എല്ലാ കേസിലും വരുന്ന ജേണൽ എൻട്രീസ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജേണൽ എൻട്രീസ് എഴുതാനായിട്ട് പഠിച്ചു. അപ്പം അതിൽ ജേണലിൻ്റെ ആ കോളംസ് വരുന്നത് പാർട്ട് മാത്രം നോക്കിയാൽ മതി. അതിൽ ടാബുലർ അനാലിസിസ് ഒന്നും നിങ്ങൾക്ക് എക്സാമിന് ചെയ്യാനായിട്ട് ഉണ്ടാവില്ല. ജേണൽ എഴുതേണ്ട പാർട്ടുകൾ മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ അക്കൗണ്ടിങ് റൂള് വെച്ചിട്ടാണ് നമ്മൾ ഈ ജേണൽ എഴുതാനായിട്ട് പഠിച്ചിരിക്കുന്നത്. ഏറ്റവും സിമ്പിളായിട്ട് റൂൾസ് ഇല്ലാതെ നിങ്ങൾക്ക് എഴുതാനായിട്ടൊരു ജസ്റ്റ് നമ്മുടെ ഒരു കോമൺ സെൻസ് മാത്രം യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ജേണൽ എഴുതുന്നതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ഇതുവരെ നമ്മൾ അക്കൗണ്ടിങ് റൂൾസ് വെച്ചിട്ട് തന്നെയാണ് ജേണൽ എൻട്രീസ് എഴുതേണ്ടത്. പക്ഷേ നിങ്ങൾക്ക് ഒരു തരത്തിലും മനസ്സിലാവുന്നില്ല, അങ്ങനെ ഒരു പ്രോബ്ലം വരികയാണെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ എങ്ങനെയാണ് ജേണൽ എഴുതുന്നത് എന്നുള്ളൊരു ഷോർട്ട് കട്ടാണ്. ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു ട്രാൻസാക്ഷൻ കാണുമ്പം അതിനകത്ത് ഏതൊക്കെ രണ്ട് ആസ്പെക്റ്റുകൾ ഉണ്ടാവും നിങ്ങൾക്ക് പ്രത്യേകം അറിയാം. ഒരു ഡെബിറ്റ് ആസ്പെക്റ്റും ഒരു ക്രെഡിറ്റ് ആസ്പെക്റ്റും ഉണ്ടാവും എന്നറിയാം. അപ്പോൾ അതിൽ ഏത് ഡെബിറ്റ് ചെയ്യണം ഏത് ക്രെഡിറ്റ് ചെയ്യണം എന്നുള്ളതാണ് അടുത്ത കൺഫ്യൂഷൻ. ഓക്കെ, അതെങ്ങനെ മനസ്സിലാക്കാൻ നോക്കാം. ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ക്യാപിറ്റൽ, ആദ്യത്തെ പാർട്ട് ഇൻട്രൊഡ്യൂസ് ക്യാപിറ്റൽ 1 lakh. ഓക്കെ, അപ്പോൾ 1 lakh rupees ആണ് നമ്മൾ ക്യാപിറ്റലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്കറിയാം രണ്ട് ആസ്പെക്റ്റ് ഉണ്ട്. ഒന്ന് ഏതാണ്, ക്യാഷ് അക്കൗണ്ട് ഉണ്ട്, രണ്ടാമത്തെ എന്താണ്, ക്യാപിറ്റൽ അക്കൗണ്ടും ഉണ്ട്. ക്യാഷ് അക്കൗണ്ടും ഉണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ടും ഉണ്ട്. ഇതിൽ നമുക്ക് നോക്കാം, ഇതിൽ എങ്ങനെയാണ് ജേണൽ എൻട്രിയിലേക്ക് വരുന്ന സമയത്ത് ഏത് ഡെബിറ്റ് ചെയ്യണം ഏത് ക്രെഡിറ്റ് ചെയ്യണം എന്നുള്ളതാണ് അടുത്ത ഡൗട്ട്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത്, എന്താണോ ബിസിനസ്സിലേക്ക് വരുന്നത് അതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഡെബിറ്റ് ചെയ്യുക. എന്താണ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത് അതിനെന്ത് ചെയ്യുക, നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ നോക്കുമ്പം നമ്മൾ ക്യാപിറ്റൽ കൊണ്ടുവരിക ചെയ്യുന്നത്. ക്യാപിറ്റൽ കൊണ്ടുവരുന്ന സമയത്ത് ക്യാഷാണ് ബിസിനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ ക്യാഷിനെ നമ്മൾ എന്ത് ചെയ്യുക, ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ജേണൽ എൻട്രി വരിക, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ. ഓക്കെ, ഒരു എൻട്രി. അടുത്തത് സാലറി പെയ്ഡ്. സാലറി പെയ്ഡ് 5000. ഓക്കെ, സാലറി നമ്മൾ 5000 rupees നമ്മൾ പേ ചെയ്തു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് ആസ്പെക്റ്റ് ഉണ്ടാവും. ഒന്ന് നിങ്ങൾക്കറിയാം, സാലറി എന്ന് പറഞ്ഞ അക്കൗണ്ട് ഉണ്ട്, സാലറി അക്കൗണ്ട്. അടുത്ത അക്കൗണ്ട് ഏതാണ്, ക്യാഷ് അക്കൗണ്ട് ആണ്. ഓക്കെ, സാലറി അക്കൗണ്ടും ഉണ്ട് ക്യാഷ് അക്കൗണ്ടും ഉണ്ട്. ഇനി നമ്മൾ നോക്കേണ്ടത്, എന്താണ് ബിസിനസ്സിലേക്ക് വരുന്നത് അതിനെന്ത് ചെയ്യുക, നമ്മൾ ഡെബിറ്റ് ചെയ്യുക. എന്താണ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത് അതിനെന്ത് ചെയ്യുക, നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക. ഓക്കെ, നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് ആണ് പോകുന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. സാലറി പേ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവുകയാണ് ചെയ്യുന്നത്, ബിസിനസ്സിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം ക്യാഷ് അക്കൗണ്ട് എന്താ ചെയ്യേണ്ടത്, ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഓപ്പോസിറ്റ് എൻട്രി ആയിട്ടുള്ള സാലറി നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് ജേണൽ എൻട്രി വരിക, സാലറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ഓക്കെ, ഇത് സിമിലിയർ ആണ്. റെൻറ്റ് പെയ്ഡ്, റെൻറ്റ് പെയ്ഡ് എന്ന് പറയുമ്പോൾ രണ്ട് ആസ്പെക്റ്റ് ആണ് വരിക. ഏതൊക്കെയായിരിക്കും, സാലറിക്ക് പകരം എന്ത് വരും,
റെൻറ്റ് വരും, ക്യാഷ് എന്തായിരിക്കും, ക്യാഷ് തന്നെയായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ജേണൽ എൻട്രി വരിക? റെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെൻറ്റ് അല്ലേ, പെയ്ഡ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിസിറ്റി ബിൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. വേജസ് പെയ്ഡ്, വേജ് ദിവസക്കൂലി അല്ലേ. അപ്പോൾ വേജ് പേ ചെയ്യുമ്പോഴും സാലറിക്ക് പകരം എന്ത് വരും? വേജ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. അപ്പോൾ ഏത് എക്സ്പെൻസ് പേ ചെയ്യുകയാണെങ്കിലും ആ എക്സ്പെൻസിൻ്റെ പേരാണ് എവിടെ വരിക? ഡെബിറ്റിൽ വരിക. ടു ക്യാഷ് എന്ന് പറഞ്ഞ് ക്യാഷ് എവിടെ വരും? ക്രെഡിറ്റിൽ വരും. ഓക്കെ, അപ്പോൾ എക്സ്പെൻസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞത് ഏത് എക്സ്പെൻസ് പേ ചെയ്യുകയാണെങ്കിലും ആ എക്സ്പെൻസ് അതിൻ്റെ പേരാണ്, അക്കൗണ്ടാണ് ഡെബിറ്റിൽ വരിക. ഓപ്പോസിറ്റ് ക്യാഷ് ആണ് എവിടെ വരുന്നത്? ക്രെഡിറ്റിൽ വരുന്നത്. ഇനി നമ്മൾ റെഡി ക്യാഷ് കൊടുക്കാതെ നമ്മൾ എന്ത് ചെയ്യാണ്? ചെക്കായിട്ടാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ബാങ്ക് വഴിയാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ആ ക്യാഷിന് പകരം എന്ത് വരും? ബാങ്ക് അക്കൗണ്ട് എന്ന് വരും. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ ജേണൽ എൻട്രീസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ക്യാഷ് സെയിൽസ്, അപ്പോൾ നമ്മൾ നോക്കുക, ഇപ്പോൾ പറഞ്ഞ റൂള് പ്രകാരം ക്യാഷ് സെയിൽസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് 2 ആസ്പെക്റ്റാണ് വരിക. ഒന്ന് ക്യാഷും വരും, അതേപോലെ തന്നെ എന്താണ്? സെയിലും വരും. ഓക്കെ, ക്യാഷ് സെയിൽ ചെയ്യുന്ന സമയത്ത് ക്യാഷ് നമ്മുടെ ബിസിനസ്സിലേക്ക് വരുവാണല്ലേ ചെയ്യുന്നത്. അപ്പം ക്യാഷിന് നമ്മൾ എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്. ഓക്കെ, ദെൻ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പം അതിന് നേരെ ഓപ്പോസിറ്റ് എൻട്രിയാണ് വരുന്നത്. അതായത് നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് വരിക? പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നാണ് ജേണൽ എൻട്രി വരിക. അപ്പോൾ അതായത് എന്താണോ ബിസിനസ്സിലേക്ക് വരുന്നത് അതിനെ ഡെബിറ്റ് ചെയ്യുക, എന്താണോ ബിസിനസ്സിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെടുന്നത് അതിന് എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. പക്ഷേ ബേസിക്കലി നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ പഠിച്ചതുപോലെ അക്കൗണ്ടിങ് റൂൾസ് വെച്ചിട്ടാണ് ജേണൽ എൻട്രി പ്രിപ്പയർ ചെയ്യേണ്ടത്. പക്ഷേ അതില്ലാതെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജേണൽ എൻട്രീസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ജേണൽ എന്താ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ജേണൽ പഠിച്ചതിന് ശേഷം എങ്ങനെയാണ് ജേണൽ റൂൾസ് യൂസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പഠിച്ചു. അതേപോലെ തന്നെ അതിനകത്തുള്ള ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും എങ്ങനെയാണ് തിരിച്ചറിയുന്നത് നമ്മൾ പഠിച്ചു. റൂൾ ഇല്ലാതെ കോമൺ ആയിട്ട് നമുക്ക് ഇങ്ങനെ ജേണൽ എഴുതാമെന്നുള്ളതും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനിയുള്ളത് കോമ്പൗണ്ട് ആൻഡ് അഡ്ജസ്റ്റിംഗ് എൻട്രീസ് ആണ്. ഓക്കെ, കോമ്പൗണ്ട് ജേണൽ എൻട്രീസ് എന്ന് വെച്ചാൽ നോർമൽ കേസിൽ നമ്മളിപ്പോൾ എഴുതിയ ജേണൽ എൻട്രീസിലെല്ലാം എന്താണ്? ഒരു ഡെബിറ്റ് ആസ്പെക്റ്റും ഒരു ക്രെഡിറ്റ് ആസ്പെക്റ്റും മാത്രമേ ഉള്ളൂ. അതായത് ഡെബിറ്റിലും ഒരു എമൗണ്ട് ആണ്, ക്രെഡിറ്റിലും ഒരു എമൗണ്ട് ആണ് ഉള്ളത്. ഓക്കെ, അതേ സ്ഥാനത്ത് ഡെബിറ്റിലോ ക്രെഡിറ്റിലോ ഒന്നിലധികം എൻട്രീസ് വരുവാണെങ്കിൽ, ഒന്നിലധികം എമൗണ്ടുകൾ വരുവാണെങ്കിൽ അത്തരം ജേണൽ എൻട്രീനെയാണ് നമ്മൾ എന്ത് പറയുക? കോമ്പൗണ്ട് ജേണൽ എൻട്രീസ് എന്ന് പറയാം. ഓക്കെ, ഒന്നുകിൽ ഡെബിറ്റിൽ 2 എൻട്രി ഉണ്ടാവും, അല്ലെങ്കിൽ എന്തായിരിക്കും? ക്രെഡിറ്റിൽ 1 ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ക്രെഡിറ്റിൽ 2 എൻട്രി ഉണ്ടാവും, ഡെബിറ്റിൽ 1 ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എന്താണ്? ഡെബിറ്റിലും മൾട്ടിപ്പിൾ എൻട്രീസ് ഉണ്ടാവും, അതുപോലെ തന്നെ എന്താണ്? ക്രെഡിറ്റിലും മൾട്ടിപ്പിൾ എൻട്രീസ് ഉണ്ടാവും. ഓക്കെ, ഇത്തരത്തിൽ കോമ്പൗണ്ട് ജേണൽ എൻട്രീസ് എഴുതണമെങ്കിൽ അതിൽ 2 കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം നോക്കണം. ഒന്ന്, ഡെബിറ്റിലും ക്രെഡിറ്റിലുമായിട്ട് കോമൺ ആയിട്ട് വരുന്ന എന്തെങ്കിലും ഒരു ആസ്പെക്റ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, അതേപോലെ തന്നെ ഈ 2 ട്രാൻസാക്ഷൻസും എന്താണ്? ഒരേ ഡേറ്റിൽ സംഭവിച്ചിരിക്കുന്ന ട്രാൻസാക്ഷൻസ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് എഴുതാൻ പറ്റുള്ളൂ? കോമ്പൗണ്ട് ജേണൽ എൻട്രീസ് എഴുതാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, കോമ്പൗണ്ട് ജേണൽ എൻട്രിക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഓക്കെ, ഫോർ എക്സാമ്പിൾ ജാനുവരി 30th ആണെന്ന് വിചാരിക്കാം. ജാനുവരി 30th റെൻറ്റ് പെയ്ഡ്. അപ്പോൾ റെൻറ്റ് പേ ചെയ്യുമ്പം എങ്ങനെയാണ് ജേണൽ എൻട്രി വരിക? റെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. അപ്പോൾ അത് എത്ര വന്നു? ഒരു 2000 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അതേ ഡേറ്റിൽ തന്നെ ജാനുവരി 13th സെയിം ഡേറ്റിൽ തന്നെ നമ്മൾ എന്ത് പേ ചെയ്തിട്ടുണ്ട്? ഒരു സാലറിയും പേ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. സാലറി പെയ്ഡ്. സാലറി പേ ചെയ്യുമ്പം ജേണൽ എൻട്രി എങ്ങനെയാണ് വരിക? സാലറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. ഓക്കെ, അതൊരു 5000 ആണെന്ന് വിചാരിക്കാം. ഇതിനെ വേണമെങ്കിൽ നമുക്ക് കോമ്പൗണ്ട് ജേണൽ എൻട്രി ആയിട്ട് എഴുതാനായിട്ട് പറ്റും.
കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടും ഒക്കർ ചെയ്യുന്ന ഡേറ്റ് എന്താണ്, സെയിം ആണ്. അതേപോലെ തന്നെ രണ്ടിലും കോമൺ ആയിട്ട് ഒരു ആസ്പെക്റ്റ് വരുന്നുണ്ട്. അതായത് ക്രെഡിറ്റിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് എന്താണ്, ടു ക്യാഷ് ആണ്. അതായത് റെൻറ്റ് പേ ചെയ്യുമ്പോഴും ടു ക്യാഷ് എന്നാണ് വരുന്നത്, സാലറി പേ ചെയ്യുമ്പോഴും എന്താണ്, ടു ക്യാഷ് എന്നാണ് വരുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ കോമ്പൗണ്ട് ആയിട്ട് എഴുതുന്ന സമയത്ത് ആദ്യം നമ്മൾ ഏതിലാണ് കോമൺ ആസ്പെക്റ്റ് ഉള്ളത്, ക്രെഡിറ്റിലാണ് കോമൺ ആസ്പെക്റ്റ് ഉള്ളത്. ഓക്കെ, അപ്പോൾ കോമൺ ആസ്പെക്റ്റ് ഇല്ലാത്തത് ഏതിലാണ്, ഡെബിറ്റിലാണ്. അപ്പോൾ എങ്ങനെയാണ് എഴുതാന്ന് വെച്ചാൽ ഡേറ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, റെൻ്റ് അക്കൗണ്ട് ഡെപ്റ്റർ എത്ര രൂപയാണ്, 2000. ഓക്കെ, അടുത്ത ഏതാണ്, സാലറി അക്കൗണ്ട് ഡെപ്റ്റർ. സാലറിയിൽ എത്രയാണ്, 5000 ആണ്. കോമൺ ആയിട്ട് രണ്ടിലും വരുന്ന ഏതാണ്, ക്യാഷ് ആണ്, ക്രെഡിറ്റിലാണ് വരുന്നത്, ടു ക്യാഷ് അക്കൗണ്ട്. അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ എത്രയാണ് ക്യാഷിൽ വരിക, 7000. ഓക്കെ, അതായത് ഈ രണ്ട് എൻട്രീസ് സെപ്പറേറ്റ് ആയിട്ട് എഴുതിയതിൻ്റെ സെയിം എഫക്റ്റ് തന്നെയാണ് ഈ എൻട്രീസ് എന്തായിട്ട് എഴുതുന്ന സമയത്ത് കോമ്പൗണ്ട് ജേണൽ എൻട്രി ആയിട്ട് എഴുതുമ്പോഴും നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഇത് സെയിം ഡേറ്റിൽ കോമൺ ആയിട്ട് ഒരേ ആസ്പെക്റ്റുകൾ സംഭവിച്ചുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ എഴുതാൻ പറ്റിയത്. ഇത് ക്രെഡിറ്റിൽ തന്നെ വേണമെന്നില്ല, കോമൺ ആയിട്ട് സെയിം ആസ്പെക്റ്റ്. ഇപ്പോൾ ഡെബിറ്റിലായിരുന്നെങ്കിലും നമുക്ക് അതേപോലെ നോക്കിയിട്ട് എന്ത് എഴുതായിരുന്നു, കോമ്പൗണ്ട് ജേണൽ എൻട്രീസ് എഴുതാൻ പറ്റുമായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക്ക് അഡ്ജസ്റ്റിംഗ് എൻട്രീസ് ആണ്. അഡ്ജസ്റ്റിംഗ് എൻട്രീസ് എന്ന് പറയുമ്പോൾ നമുക്ക് അതാത് വർഷങ്ങളിൽ ഉണ്ടാകുന്ന റവന്യൂവും അതേപോലെ തന്നെ അതിൻ്റെ മുകളിൽ വരുന്ന കോസ്റ്റും എന്തായിട്ട് പോകണം, മാച്ച് ആയിട്ട് പോകണം. ചില കേസിൽ അങ്ങനെ മാച്ച് ആവാതെ വരും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ പാസ് ചെയ്യുന്ന എൻട്രീസിനെയാണ് നമ്മളെന്ത് പറയുക, അഡ്ജസ്റ്റിംഗ് എൻട്രീസ് എന്ന് പറയാം. അപ്പോൾ നോർമലി രണ്ട് കേസിലാണ് ഇത്തരത്തിൽ അഡ്ജസ്റ്റിംഗ് എൻട്രീസ് നമുക്ക് പാസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഒന്നാമത്തെ കേസ് നമ്മൾ കറസ്പോണ്ടിങ് ഇയറിലുള്ള എക്സ്പെൻസുകൾ പേ ചെയ്യാതെ ഔട്ട്സ്റ്റാൻഡിങ് ആവുന്ന സമയത്ത്. രണ്ടാമത്തെ കേസ് എന്ന് വെച്ചാൽ ഫോളോയിങ് ഇയേഴ്സിലേക്ക് നമ്മൾ പേ ചെയ്യേണ്ട എക്സ്പെൻസോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യുന്ന സമയത്ത്, മെറ്റ് ചെയ്യുന്ന സമയത്ത്, ഇത്തരം കേസുകളിലൊക്കെയാണ് നമുക്ക് എന്ത് കൊടുക്കേണ്ടി വരിക, അഡ്ജസ്റ്റിംഗ് എൻട്രീസ് കൊടുക്കേണ്ടി വരിക. ഓക്കെ, അപ്പം ടെക്സ്റ്റിൽ നമുക്ക് പേജ് നമ്പർ 94 പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ കേസിലാണ് ഇത്തരത്തിൽ അഡ്ജസ്റ്റിംഗ് എൻട്രീസ് കൊടുക്കേണ്ടി വരിക എന്ന് ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് കേസ് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് ആണ്. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കറസ്പോണ്ടിങ് ഇയറിൽ ഏതെങ്കിലും എക്സ്പെൻസ് പേ ചെയ്യാതെ പെൻഡിങ്ങിൽ വെക്കുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് എന്ന് പറയാം. അതായത് സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് ₹10,000 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ സാലറി 10,000 നമ്മൾ കറക്റ്റ് പേ ചെയ്യേണ്ട സമയമായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, പേ ചെയ്തിട്ടില്ല. അങ്ങനെ നമ്മുടെ എന്താണ് എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് മാറി, നമ്മൾ പേ ചെയ്യാനായിട്ട് പെൻഡിങ് ഉണ്ടെന്നാണ് അതിൻ്റെ മീനിങ്. ആ സമയത്ത് നമ്മൾ ഈ പറഞ്ഞതുപോലെ എന്ത് പാസ് ചെയ്യും, അഡ്ജസ്റ്റിംഗ് എൻട്രീസ് പാസ് ചെയ്യും. ഓക്കെ, അതായത് ആ വർഷം പേ ചെയ്യേണ്ട എക്സ്പെൻസ് ആണ്, പക്ഷേ ആ വർഷം നമ്മൾ പേ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ആ വർഷം തന്നെ അതിന് അഡ്ജസ്റ്റിംഗ് എൻട്രീസ് പാസ്സാക്കുകയാണ് ചെയ്യുന്നത്. കൊടുക്കുന്ന സമയത്ത് ജേണൽ എൻട്രി എങ്ങനെയാണ് വരിക എന്ന് വെച്ചാൽ സാലറി അക്കൗണ്ട് ഡെപ്റ്റർ ടു സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് വരിക. ഓക്കെ, അടുത്ത അഡ്ജസ്റ്റിംഗ് എൻട്രി വരേണ്ടത് പ്രീപെയ്ഡ് എക്സ്പെൻസ് ആണ്. പ്രീപെയ്ഡ് എക്സ്പെൻസ് മീൻസ് അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് എക്സ്പെൻസ്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു എക്സ്പെൻസ് കറസ്പോണ്ടിങ് ഇയറിൽ പേ ചെയ്യേണ്ട എക്സ്പെൻസ് അല്ല, നമ്മൾ എന്ത് ചെയ്യാണ്, അഡ്വാൻസ് ആയിട്ട് അത് പേ ചെയ്തു. ഫോളോയിങ് ഇയേഴ്സിലേക്ക് വരുന്ന എക്സ്പെൻസ് ആയിരുന്നു, പക്ഷേ നമ്മൾ അഡ്വാൻസ് ആയിട്ടത് പേ ചെയ്തു എന്ന് വിചാരിക്കുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ, ഇൻഷുറൻസ് ഈസ് പ്രീപെയ്ഡ് ഫോർ 2015 in 2014 ₹3,000 എന്നാണ് പറഞ്ഞത്. അതായത് നമ്മൾ 2015 പേ ചെയ്യേണ്ട ഇൻഷുറൻസ് എക്സ്പെൻസ് ആയിട്ടുള്ള ₹3,000 നമ്മൾ 2014 തന്നെ നമ്മൾ എന്ത് ചെയ്തു, പേ ചെയ്തു. അതായത് അടുത്ത വർഷം പേ ചെയ്യേണ്ട എക്സ്പെൻസ് ഈ വർഷം തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ആക്ച്വലി അത് ഈ വർഷത്തെ എക്സ്പെൻസ് അല്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഈ വർഷത്തെ എക്സ്പെൻസ് ആയിട്ട് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. അതുകൊണ്ട് നമ്മൾ അതിന് എന്ത് പാസ് ചെയ്യണം, അഡ്ജസ്റ്റിംഗ് എൻട്രി പാസ് ചെയ്യണം. അപ്പോൾ ആ കേസിൽ എങ്ങനെയാണ് വരിക എന്ന് വെച്ചാൽ പ്രീപെയ്ഡ് ഇൻഷുറൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു
ഇൻഷുറൻസ് പ്രീമിയം അക്കൗണ്ട് എന്നാണ് അതിൻ്റെ ജേണൽ എൻട്രി വരിക. ഓക്കെ, അത് ഏതായിട്ടാണെങ്കിലും കറസ്പോണ്ടിങ് ആയിട്ട് ഏതാണോ ഈ പറയുന്നത് പോലെ പ്രീപെയ്ഡ് ആയിട്ട് നമ്മൾ പേ ചെയ്ത എക്സ്പെൻസ് എന്ന് വെച്ചാൽ അത് ഡെബിറ്റ് ചെയ്യുക, അതിൻ്റെ ഒറിജിനലായിട്ട് അത് എക്സ്പെൻസിൻ്റെ പേര് നമ്മൾ എന്ത് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ പ്രീപെയ്ഡ് ആയിട്ട് സാലറിയോ അല്ലെങ്കിൽ വേജോ ആണ് കൊടുത്തതെങ്കിൽ പ്രീപെയ്ഡ് സാലറി അക്കൗണ്ട് ഡെപ്റ്റർ ടു സാലറി അക്കൗണ്ട് എന്നായിരുന്നു വരിക. ഓക്കെ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസും പ്രീപെയ്ഡ് എക്സ്പെൻസിൻ്റെ ജേണൽ എൻട്രി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, രണ്ടും എന്താണ്, ഓപ്പോസിറ്റ് ആയിട്ടാണ് നമുക്ക് വരിക. ഓക്കെ, അടുത്തത് അക്രൂഡ് ഇൻകം ആണ്. അക്രൂഡ് ഇൻകം മീൻസ് ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡിനെയാണ് നമ്മൾ എന്ത് പറയുക, അക്രൂഡ് ഇൻകം എന്ന് പറയുക. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു ഇൻകം കിട്ടും എന്നുള്ള കാര്യം നമുക്ക് ഷുവർ ആണ്, പക്ഷേ കറസ്പോണ്ടിങ് ഡേറ്റ് ആയിട്ട് അത് വന്നിട്ടില്ല, അതായത് ആക്ച്വലി നമ്മുടെ കയ്യിൽ വന്നിട്ടില്ല, പക്ഷെ അത് കിട്ടും എന്നുള്ള കാര്യം എന്താണ്, ഷുവർ ആണ്. അപ്പം ആ കേസിൽ നമുക്ക് അഡ്ജസ്റ്റിംഗ് എൻട്രീസിൻ്റെ ആവശ്യമാണ്. അതായത് ഇപ്പോൾ റെൻ്റാണ് അക്രൂഡ് ആയിട്ടുള്ളതെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അക്രൂഡ് റെൻ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു റെൻ്റ് അക്കൗണ്ട് എന്നാണ് അതിൻ്റെ ജേണൽ എൻട്രി വരിക. ഓക്കെ, ദെൻ അടുത്തത് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അതായത് നമുക്കൊരു ഇൻകം അഡ്വാൻസ് ആയിട്ട് കിട്ടിയെന്ന് വിചാരിക്കുക. അതായത് ആക്ച്വലി ആഫ്റ്റർ എന്തെങ്കിലും കേസിന് ശേഷമായിരിക്കും ആ ഇൻകം കിട്ടേണ്ടത്, പക്ഷെ നമുക്ക് അഡ്വാൻസ് ആയിട്ട് തന്നെ എന്ത് കിട്ടി, ആ ഇൻകം കിട്ടിയെന്ന് വിചാരിക്കാം. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത്. ആ ഒരു കേസിൽ നമ്മൾ എന്ത് പാസ് ചെയ്യണം, അഡ്ജസ്റ്റിംഗ് ജേണൽ എൻട്രീസ് നമ്മൾ പാസ് ചെയ്യണം. ആ കേസിൽ വരുന്ന ജേണൽ എൻട്രി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവിടെ നമുക്ക് റെൻ്റാണ് അഡ്വാൻസ് ആയിട്ട് കിട്ടിയെങ്കിൽ റെൻ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു റെൻ്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്നാണ് അതിൻ്റെ ജേണൽ എൻട്രി വരിക. അപ്പോൾ ഏതായിട്ടാണോ അഡ്വാൻസ് ആയിട്ട് കിട്ടിയത് അതേപോലെ തന്നെ ഈ റെൻറ്റിൻ്റെ കേസുള്ളതുപോലെ തന്നെ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ജേണൽ എൻട്രീസ് പാസ് ചെയ്താൽ മതി. ഇത്രയും എക്സ്പെൻസിനാണ് സാധാരണ നമ്മൾ എന്ത് പാസ് ചെയ്യാറ്, അഡ്ജസ്റ്റിംഗ് ജേണൽ എൻട്രീസ് നമ്മൾ പാസ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പം ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ എന്തിനാണ് അഡ്ജസ്റ്റിംഗ് ജേണൽ എൻട്രി പാസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, കറസ്പോണ്ടിങ് ഇയറിലുള്ള എക്സ്പെൻസും അതേ ഇയറിലുള്ള റവന്യൂ മാത്രമേ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അഡ്വാൻസ്, പ്രീപെയ്ഡ്, അക്രൂഡ് എന്നൊക്കെ പറയുന്ന സമയത്ത് അതിൻ്റെ മീനിങ് എന്താണ്, കറസ്പോണ്ടിങ് ഇയറിലല്ല എങ്കിൽ, അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ഇയറിൽ കിട്ടേണ്ടതായിരുന്നു കിട്ടിയിട്ടില്ല എങ്കിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അഡ്ജസ്റ്റിംഗ് എൻട്രീസ് പാസ് ചെയ്യണം. ഓക്കെ, അടുത്തത് മിസലേനിയസ് എൻട്രീസ് ആണ്. മിസലേനിയസ് എൻട്രീസ് എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്യാത്ത കുറച്ച് എൻട്രീസ് ഉണ്ട്, അതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ജേണൽ എൻട്രീസ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിപ്രീസിയേഷൻ ആണ്. മിസലേനിയസ് എൻട്രീസിൽ ഫസ്റ്റ് ഐറ്റം എന്താണ്, ഡിപ്രീസിയേഷൻ ആണ്. ഡിപ്രീസിയേഷൻ എന്ന് വെക്കുമ്പം ഒരു അസറ്റിൻ്റെ വിയർ ആൻഡ് ടിയർ മൂലം അതിൻ്റെ വാല്യൂസ് കുറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡിപ്രീസിയേഷൻ എന്ന് പറയുക. അതായത് ഒരു അസറ്റ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് അതിനെന്ത് സംഭവിക്കുക, അതിൻ്റെ വാല്യൂ കുറയുന്നതിനാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു വെഹിക്കിൾ ഈ വർഷം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ 2 വർഷം കഴിഞ്ഞിട്ട് അത് സെയിൽ ചെയ്യുന്ന സമയത്ത് നമുക്കതിൻ്റെ വാങ്ങിച്ച പ്രൈസ്, പർച്ചേസിങ് പ്രൈസ് ഒരിക്കലും നമുക്ക് കിട്ടില്ല അല്ലേ, ബിക്കോസ് എന്താണ്, അതിന് നമ്മൾ യൂസ് ചെയ്തത് കൊണ്ട് എന്ത് വന്നിട്ടുണ്ട്, വാല്യൂ കുറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, സിമ്പിളായിട്ട് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ വരുവാണെങ്കിൽ അതിൻ്റെ ജേണൽ എൻട്രീസ് എങ്ങനെയാണ് പാസ് ചെയ്യാന്ന് വെച്ചാൽ, ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഏതാണോ അസറ്റ് അതിൻ്റെ പേര് വരും. ഇപ്പോൾ ഫർണിച്ചർ ആണെങ്കിൽ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഫർണിച്ചർ, വെഹിക്കിൾ ആണെങ്കിൽ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു വെഹിക്കിൾ, അങ്ങനെയാണ് അതിൻ്റെ എൻട്രീസ് വരിക. അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡഡ് ഫോർ മെമ്പേഴ്സ് ആണ്. ഓക്കെ, അതായത് ഒരു ബിസിനസ്സിലെ മെമ്പേഴ്സിന് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നതിനാണ്, ഇൻട്രസ്റ്റ് കൊടുക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയാം. അതായത് അതിൻ്റെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യും ബിസിനസ്സിലേക്ക് വേണ്ടിയിട്ട്, ആ ക്യാപിറ്റലിന് നമ്മുടെ ബിസിനസ് കൊടുക്കുന്ന റിട്ടേണിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കേസിലുള്ള ജേണൽ എൻട്രി എന്താണ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ് വരിക. എന്നാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ് വരുന്നത്. അടുത്ത ഐറ്റം ഏതാണ്, ഡ്രോയിങ്സ് ആണ്. ഡ്രോയിങ്സ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് ഡ്രോയിങ്സിൻ്റെ കേസിൽ ജേണൽ എൻട്രീസ് പ്രിപ്പയർ ചെയ്യാന്നുള്ളത്. ഓക്കെ, അടുത്ത ഹെഡിങ് നമുക്ക് വരുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ജേണൽ ആണ്. ഓക്കെ, ജേണലിനെ തന്നെ നമ്മൾ പല ടൈപ്പുകളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൽ രണ്ടായിട്ടാണ് മെയിൻ ക്ലാസിഫിക്കേഷൻ എന്താണ്, ഡിവൈഡഡ് 2 ആണ്, സ്പെഷ്യൽ ജേണലും ജേണൽ പ്രോപ്പറും. ഓക്കെ,
സ്പെഷ്യൽ ജേണലിനെ തന്നെ നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ക്യാഷ് ജേണൽ, ഗുഡ്സ് ജേണൽ, ബിൽ ജേണൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് കേസിൽ ക്യാഷ് ജേണലിനെ തന്നെ നമ്മൾ സിമ്പിൾ ക്യാഷ് ബുക്ക് എന്നും അതേപോലെ തന്നെ ബാങ്ക് കോളം ക്യാഷ് ബുക്ക് എന്നും പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സിമ്പിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺലി എന്താണ്, ക്യാഷ് ട്രാൻസാക്ഷൻസ് മാത്രം റെക്കോർഡ് ചെയ്യാനുള്ള ക്യാഷ് ബുക്കാണ് സിമ്പിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ കോളം ക്യാഷ് ബുക്കിൽ ക്യാഷിൻ്റെ റെസീപ്റ്റും പേയ്മെൻറ്റും മാത്രമേ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. ഡെബിറ്റ് സൈഡിൽ റെസീപ്റ്റും ക്രെഡിറ്റ് സൈഡിൽ പേയ്മെൻറ്റും ആണ്. ക്രെഡിറ്റ് സെയിൽസോ അല്ലെങ്കിൽ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസോ ഒന്നും എന്തിനകത്ത് വരില്ല, സിമ്പിൾ ക്യാഷ് ബുക്കിൽ വരില്ല. അടുത്തത് ബാങ്ക് കോളം ക്യാഷ് ബുക്കാണ്. ബാങ്ക് കോളം ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാലും സിമിലർ ആണ്. ഓക്കെ, ഡെബിറ്റ് സൈഡിൽ റെസീപ്റ്റ് ആണ് വരിക, ക്രെഡിറ്റ് സൈഡിൽ പേയ്മെൻ്റ് ആണ് വരിക. ഓൺലി ക്യാഷ് ട്രാൻസാക്ഷൻസ് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യുന്നത്. പക്ഷേ അതിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡെബിറ്റ് സൈഡിലും 2 എമൗണ്ട് കോളം ഉണ്ടാവും, ക്രെഡിറ്റ് സൈഡിലും 2 എമൗണ്ട് കോളം ഉണ്ടാവും. ഓക്കെ, ക്രെഡിറ്റ് സൈഡിൽ ഒരു ക്യാഷ് കോളം ഒരു ബാങ്ക് കോളം, അതേപോലെ തന്നെ എന്താണ് ഡെബിറ്റ് സൈഡിലും ഒരു ക്യാഷ് കോളം ഒരു ബാങ്ക് കോളം ആണ് ഉണ്ടാകുന്നത്. അടുത്തത് പർച്ചേസ് ജേണൽ അല്ലെങ്കിൽ പർച്ചേസ് ബുക്കാണ്. പർച്ചേസ് ജേണൽ അല്ലെങ്കിൽ പർച്ചേസ് ബുക്ക് എന്ന് വെച്ചാൽ ക്രെഡിറ്റ് പർച്ചേസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പർച്ചേസ് ജേണൽ അല്ലെങ്കിൽ പർച്ചേസ് ബുക്ക് നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ, അതായത് ക്രെഡിറ്റിന് നമ്മൾ എന്തെങ്കിലും ഗുഡ്സ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അത് റെക്കോർഡ് ചെയ്യാനാണ് പർച്ചേസ് ജേണൽ. ക്യാഷിനാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അത് എവിടെ പോവും, ക്യാഷ് ജേണൽ ക്യാഷ് ബുക്കിലേക്ക് പോവും. ഓക്കെ, അടുത്തത് സെയിൽസ് ജേണലാണ്. സെയിൽസ് ജേണൽ എന്ന് വെച്ചാൽ ക്രെഡിറ്റ് സെയിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, സെയിൽസ് ജേണൽസ് യൂസ് ചെയ്യാം. ഓക്കെ, അടുത്തത് പർച്ചേസ് റിട്ടേൺ അല്ലെങ്കിൽ റിട്ടേൺ ഔട്ട്വേർഡ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. റിട്ടേൺ ഔട്ട്വേർഡ് എന്ന് പറഞ്ഞാലും പർച്ചേസ് റിട്ടേൺ എന്ന് പറഞ്ഞാലും സെയിം ആണ്. അതായത് നമ്മൾ വാങ്ങിച്ചൊരു സാധനം റിട്ടേൺ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള മാറ്റേഴ്സ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പർച്ചേസ് റിട്ടേൺ ഓർ റിട്ടേൺ ഔട്ട്വേർഡ് ജേണൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തത് സെയിൽസ് റിട്ടേൺ അല്ലെങ്കിൽ സെയിൽസ് ഇൻവേർഡ് ജേണലാണ്. സെയിൽസ് റിട്ടേൺ അല്ലെങ്കിൽ സെയിൽസ് ഇൻവേർഡ് ജേണൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സെയിൽ ചെയ്തൊരു സാധനം നമുക്ക് തിരിച്ചു വരുന്ന സമയത്ത് അതിനാണ് നമ്മൾ സെയിൽസ് റിട്ടേൺ എന്ന് പറയുക അല്ലേ. അത് റെക്കോർഡ് ചെയ്യാനാണ് ഈ കൈൻഡ് ഓഫ് ജേണൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ബിൽ റിസീവബിൾ ജേണൽ ബുക്കാണ്. ബിൽ റിസീവബിൾ ജേണൽ ബുക്ക് എന്ന് വെക്കുമ്പോൾ നമ്മൾ ക്രെഡിറ്റിന് ഗുഡ്സ് സെയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് ടൈമിൽ എമൗണ്ട് പേ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സെല്ലറും അതേപോലെ തന്നെ ബയറും തമ്മിൽ ഒരു ധാരണയിലെത്തും. ഓക്കെ, ആ അഗ്രിമെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുക. ഓക്കെ, ഇറ്റ് ഈസ് ആൻ അഗ്രിമെൻറ്റ് ബിറ്റ്വീൻ സെല്ലർ ആൻഡ് ബയർ. ഓക്കെ, അതായത് ക്രെഡിറ്റ് സെയിൽസിൻ്റെ കേസിലാണ് ഈ പറഞ്ഞ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ കേസിൽ ഒരു ബിൽ റിസീവബിളും ഉണ്ടാവും, അതേപോലെ തന്നെ എന്താണ് ഒരു ബിൽ പേയബിളും ഉണ്ടാവും. ഓക്കെ, ബിൽ റിസീവബിൾ എന്ന് വെച്ചാൽ ആ ബില്ല് റിസീവ് ചെയ്യുന്ന ആരായിരിക്കും, സെല്ലർ ആയിരിക്കും. ബിൽ പേ ചെയ്യാനുള്ളത് ആരായിരിക്കും, പെയർ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, bill receivable and for the buyer it is a bill payable. Bill receivable journal book and bill payable journal book are two journal prepared by a businessman എന്നാ പറയുന്നത്. അതായത് ഒരു ബിസിനസ്മാൻ്റെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ബിൽ റിസീവബിൾ ബുക്കും ചിലപ്പം പ്രിപ്പയർ ചെയ്യാണ്ടാവും, അതേപോലെ തന്നെ എന്താണ് ബിൽസ് പേയബിൾ ബുക്കും പ്രിപ്പയർ ചെയ്യാണ്ടാവും. നോർമൽ കേസിൽ നമുക്ക് ഇത് പ്രോബ്ലത്തിൻ്റെ പാർട്ടായിട്ട് വരാറില്ല. അതായത് ബിൽ റിസീവബിൾ ബുക്കും ബിൽ പേയബിൾ ബുക്കും നമുക്ക് നോർമലി വരാറില്ല. അടുത്തത് ജേണൽ പ്രോപ്പർ ആണ്. ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്ത ജേണലുകളിലൊന്നും ഇൻക്ലൂഡ് ചെയ്യാത്ത എൻട്രീസ് റെക്കോർഡ് ചെയ്യാനുള്ള അതാണ് ജേണൽ പ്രോപ്പർ എന്ന് പറയുക. അതായത് മിസ്ലേനിയസ് എൻട്രീസ് റെക്കോർഡ് ചെയ്യാനാണ് നോർമലി നമ്മൾ എന്ത് യൂസ് ചെയ്യുക, ജേണൽ പ്രോപ്പറുകൾ യൂസ് ചെയ്യും. അപ്പോൾ എന്തൊക്കെയാണ് ജേണൽ എന്ന് നമ്മൾ പഠിച്ചു. സ്പെഷ്യൽ ജേണൽ ഉണ്ട്, ജേണൽ പ്രോപ്പർ ഉണ്ട്. ക്യാഷ് ജേണലിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്, സിമ്പിൾ കോളം ക്യാഷ് ബുക്കും ഡബിൾ കോളം ക്യാഷ് ബുക്കും. അത് ആ കോളത്തിൻ്റെ വ്യത്യാസത്തിലാണ് വരുന്നത്. ഓൺലി ക്യാഷ് ട്രാൻസാക്ഷൻസ് മാത്രമാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ പർച്ചേസ് ജേണൽ ഉണ്ട്, സെയിൽസ് ജേണൽ ഉണ്ട്, പർച്ചേസ് റിട്ടേൺ ജേണൽ ഉണ്ട്, സെയിൽസ് റിട്ടേൺ ജേണൽ ഉണ്ട്. അതിനുശേഷം ബിൽ ജേണലാണ്. ബിൽ ജേണലിൽ തന്നെ ബിൽ പേയബിളും വരുന്നുണ്ട്, ബിൽ റിസീവബിളും വരുന്നുണ്ട്. അതായത് ക്രെഡിറ്റ് സെയിൽസിൻ്റെ കേസിൽ പേയ്മെൻറ്റിൻ്റെ കേസിലാണ് ഈ ബിൽ പേയബിളായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വരുന്നത്. പിന്നെ ഇതിലൊന്നും ഇൻക്ലൂഡ് ചെയ്യാത്തതിനെയാണ് നമ്മൾ എന്ത് പറയുക, ജേണൽ പ്രോപ്പർ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.